ദൈവവചനം നാം ധ്യാനിക്കുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ട സജിയച്ചൻ വചനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ അത് ഏറി വരുന്നു എന്ന് സൂചിപ്പിച്ചു. വചനത്തിന്റെ പ്രസക്തി എന്താണ്? The word of God should be our mystery. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ മർമ്മമാണ്, രഹസ്യമാണ്. Should be our mystery. The word of God should be our memory. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മയാണ്, ഓർമ്മയും മർമ്മവും. The word of God should be our mystery and memory. ജീവിതത്തിന്റെ മർമ്മവും ഓർമ്മയുമായി തിരുവചനം നിലനിൽക്കട്ടെ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്, ഞാൻ ആലോചിച്ചു, ഈ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടത് എന്താണ്? യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഓരോ നിമിഷവും സഞ്ചാരത്തിലായിരിക്കാനുള്ളൊരു വാസന നമുക്കുണ്ട്, അടിസ്ഥാന വാസനയുണ്ടത്. മനുഷ്യന്റെ ഒരു അടിസ്ഥാന വാസനയാണ്. ക്രിസ്തുവിന് മുൻപ് മനുഷ്യൻ സഞ്ചരിച്ചിരുന്ന പരമാവധി വേഗം മണിക്കൂറിൽ ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രമായിരുന്നു. വളരെ മെല്ലെ പോയിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആവി വണ്ടി വന്നപ്പോൾ അത് മണിക്കൂറിൽ 100 കിലോമീറ്റർ ആയി. 1932-ൽ അഡോൾഫ് ഹിറ്റ്ലർ റോക്കറ്റ് പറത്തിയപ്പോൾ, വിമാനം പറത്തിയപ്പോൾ അത് 400 ആയി. 1957-ൽ റഷ്യ ബഹിരാകാശത്തേക്ക് വണ്ടി വിട്ടപ്പോൾ അത് 40,000 ആയി, അല്ലെ 4,000 ആയിരുന്നു. ഈ യാത്രകളുടെ വേഗം കൂടി, അതിവേഗം യാത്ര ചെയ്യുന്നു. യാത്രകൾ ഇഷ്ടമാണ്. ശരീരം കൊണ്ട് ഒത്തിരി യാത്ര ചെയ്യുക, മനസ്സുകൊണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ചിലരെയെങ്കിലും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയോ പോയിട്ടുണ്ട്. നമ്മുടെ യാത്ര പലപ്പോഴും മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ. ദൈവം സഹായിച്ച് മനസ്സുകൊണ്ട് യാത്ര. ഒരു നിമിഷം കൊണ്ട് നാം യാത്ര പോകും. ഇപ്പൊ മോളെ കെട്ടിച്ചിടത്തോ മോനായിരിക്കുന്നിടത്തോ ഒക്കെ പോയിട്ടുണ്ട് പലരും. ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. പൗലോസ്ലീഹ ഒരു രാത്രി ആത്മാവ് കൊണ്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആത്മാവ് കൊണ്ട്. എലിയാവ് എടുക്കപ്പെട്ടില്ലേ? ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. ഖുറാനിൽ മനോഹരമായൊരു ഭാഗമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി ഒരു രാത്രി കൊണ്ട് 7-ാം സ്വർഗത്തോളം പോയി വന്നു. അവിടെ ഇങ്ങനെ മനോഹരമായി പറയുന്നുണ്ട്, 1-ാം ആകാശത്തിൽ ആദമിനെ കണ്ടു, 2-ാം ആകാശത്തിൽ ഇബ്രാഹിം നബിയെ കണ്ടു, 3-ാം ആകാശത്തിൽ യൂസഫ് നബിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു ഖുറാനിൽ ഒരു ആഖ്യാനുണ്ട്. ആത്മാവ് കൊണ്ട്. ഇനി മരിച്ച ശേഷവും നമ്മൾ യാത്ര ചെയ്യുമല്ലേ? മരിച്ച ശേഷവും പൊക്കോണ്ടിരിക്കുക, തീരുന്നില്ല. റഷ്യൻ ഓർത്തഡോക്സ് വേദശാസ്ത്രം പറയുന്നത് മരണശേഷം ഒരു ആത്മാവ് 14 ടോൾ ഗേറ്റ് കിടക്കണമെന്ന്. 14 ടോൾ ഗേറ്റ്. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ ടോൾ ഗേറ്റിൽ കാശ് കൊടുക്കണമല്ലോ, പക്ഷെ അവിടെ കാശല്ല കൊടുക്കേണ്ടത്. റഷ്യൻ വേദശാസ്ത്രം പറയുക 14 ടോൾ ഗേറ്റ് കിടക്കണം, 14 കടവുകൾ. നമ്മൾ മരിക്കുമ്പോഴും ഇങ്ങനെ തലക്കൽ നിന്നിട്ട് ശുശ്രൂഷ നടത്തുമ്പോൾ ചില ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയല്ല, എങ്കിലും അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവമായ കർത്താവേ, ഈ ആത്മാവിനൊപ്പം നീ അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ നിന്ന് ഭയങ്കര കടവുകൾ. കടവ് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന പദമാണ് ടോൾ ഗേറ്റ്. മരിച്ച ശേഷവും കടവുകൾ കടന്നു പോകണം. നമുക്ക് തൈലം ഒഴിക്കുമല്ലോ, നമ്മുടെ നെഞ്ചത്ത് തൈലം ഒഴിക്കുന്ന ഒരു അവസാനത്തെ സമയമുണ്ടല്ലോ. അവിടെയും പ്രാർത്ഥിക്കുന്ന എന്താ? പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം, യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. ഒരു യാത്രയെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കുക. യാത്ര, ഞാൻ പറഞ്ഞിട്ടും ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, മരണശേഷം ഒക്കെ. ഈ പുസ്തകം തന്നെ എന്താ? ഈ കറുത്ത പൈന്റിട്ട പുസ്തകം നിത്യ സന്തോഷത്തിലേക്കുള്ള മനുഷ്യവർഗത്തിന്റെ മഹാപ്രയാണത്തിന്റെ കഥയാണ്. ഒരു വലിയ യാത്ര. ഒരു തോട്ടത്തിൽ ആരംഭിച്ച് മറ്റൊരു തോട്ടത്തിൽ അവസാനിക്കും. ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച് സ്വർഗീയ ജെറുസലേമിൽ തീരും. യാത്ര. ഓരോ യാത്രയും, എല്ലാം യാത്രകളാണ്. എന്തൊക്കെ പറഞ്ഞാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്ര ആദ്യം ആവേശവും അവസാനം പരവേശവുമാണ്, അല്ലേ? നല്ലൊരു യാത്ര പോകാൻ നേരം ഒരു
ത്രില്ലാണ്, പക്ഷെ അവസാനം ക്ഷീണ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഒരു യാത്രയ്ക്ക് വിളിച്ചോട്ടെ. ഞാൻ ഇന്ന് പകല് മുഴുവൻ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന എന്റെ സ്നേഹിതരെ ഞാനൊരു യാത്രയ്ക്ക് വിളിക്കുക. ചില യാത്രകൾ, ഒന്നല്ല 4 യാത്രകൾ. അതിനിടയ്ക്ക് നിങ്ങൾ വേറൊരു യാത്രയും പോകരുത്. സജീവച്ചൻ എനിക്ക് തന്നിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ 4 യാത്രകൾ, ആ 4 യാത്രകളെ ഞാൻ ഈ 2021 ആധുനികതയുമായി ബന്ധിപ്പിച്ച് നമ്മളോട്, പ്രിയപ്പെട്ട സ്നേഹിത, എന്നോടും നിങ്ങളോടും ഈ യാത്രയ്ക്ക് എന്തോ പറയാനുണ്ട് ഈ യാത്രകൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ബൈബിള് കൊണ്ടുവന്നിട്ടുള്ളവർ അത് തുറക്കണം. ആ യാത്രകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ പള്ളിയിലോട്ട് പോരാൻ നേരവും ഷോക്കേസിന്റെ മൂലയ്ക്കിരുന്ന് കരഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോവാ ആൻറ്റി, എന്നെ കൂടെ കൊണ്ടുപോവാ ആൻറ്റി. നമ്മൾ കേട്ടില്ല. നാളെ വൈകിട്ടും ടീപ്പോയുടെ അടിയിലിടുന്ന് കരയും, എന്നെ കൂടെ കൊണ്ടുപോകും ആൻറ്റി, എന്നെ കൂടെ കൊണ്ടുപോകും ആൻറ്റി. നാളെ നമ്മൾ കേൾക്കുകയല്ല. കാരണം ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു അച്ഛനെ സജീച്ചൻ വിളിച്ചിട്ടുണ്ട്. പുള്ളിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. പുള്ളി പറയുന്നതൊന്നും തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല, പരിപൂർണ വിശ്വാസമാണ്. വേദപുസ്തകം ഒരു ചങ്ങാതിയാണ്. ഗുരുക്കന്മാരുടെ മൊഴിയും മിഴിയും കണ്ണാടിയാണെന്ന് പറയും. ഇതിനകത്ത് മൊഴിയും മിഴിയും ഉണ്ട്, വാക്കും നോട്ടവും എല്ലാം ഉണ്ട്. ഇതൊരു സുഹൃത്താണ്. ഇതിങ്ങനെ വെക്കുമ്പോ either this book will keep you from sin or sin will keep you from this book. ഒന്നുകിൽ ഈ പുസ്തകം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നമ്മെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഇതിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൃപ ഭയങ്കരമാണ്. 4 യാത്രകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാം. 1, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 16 to 26. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16 മുതൽ 26 വരെ. ഉൽപ്പത്തി 4-ന്റെ 16 മുതൽ 26 വരെ വായിക്കണ്ട, തുറന്നിങ്ങനെ ഒന്ന് വെച്ചേക്കുമോ? ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചാൽ എനിക്കൊരു സന്തോഷം തോന്നും. മതി, എല്ലാവരും കേട്ടല്ലോ, വളരെ സന്തോഷം. നല്ല രീതിയിൽ വായിച്ചു. സാധാരണ പുറത്തൊക്കെ പോയാൽ ഇത്ര കൃത്യമായിട്ട് കിട്ടാറില്ല വായന, പെട്ടെന്ന് ഇവിടെ കിട്ടി. അങ്ങനെ കയീൻ, ഒന്ന് കേട്ടെ, ആരാണ് കയീൻ യാത്ര പുറപ്പെട്ട ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. ഞാൻ പറയും, ഭാഗ്യവാനാണ് കയീൻ. ദൈവം അനുഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ. ആദ്യ മാതാപിതാക്കളുടെ ആദ്യജാതൻ ആര്? കയീൻ. കയീൻ ജീവിച്ചത് എവിടെയാ? ഏദൻ തോട്ടത്തിലാണ്. കയീൻ യാത്ര പുറപ്പെട്ട ഏദനിൽ നിന്ന് എവിടെ എത്തി? നോദ്. ബൈബിളിൽ ഈ നോദ് എന്ന് പറയുന്ന സ്ഥലം അധികമില്ല. ഈ യാത്ര, ആദ്യത്തെ യാത്ര കയീന്റെ യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഞാൻ ഈ രാത്രി ഒരു പേര് വിളിച്ചോട്ടെ, എ ജേർണി ഇൻ വിച്ച് wonder became wandering. A journey in which wonder became wandering. Wonder എന്ന് പറഞ്ഞാൽ അത്ഭുതം, അതിശയം അല്ലേ? വാണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അലച്ചിൽ. അതിശയങ്ങളിൽ നിന്ന് അലച്ചിലുകളിലേക്കുള്ള യാത്ര. അതിശയങ്ങളിൽ നിന്ന് ഏദൻ തോട്ടം, എന്ത് മനോഹരമായ പറുദീസ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ഏദൻ തോട്ടം. ഈ വിരുന്നുകളുടെ പൂക്കാലമാണ് ഏദൻ തോട്ടത്തിലുള്ളത്. അവിടെ കയ്യിലിരിപ്പ് കൊണ്ട് ഏദനെ ഉപേക്ഷിക്കേണ്ടി വന്ന കയീന്റെ കഥയാണ് ഉൽപ്പത്തിയിൽ ഞാൻ പറഞ്ഞ വേദഭാഗം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ 4-ന്റെ 16 മുതൽ 26 വരെ വായിച്ചാൽ കയീന്റെ 6 തലമുറ കാണാം. എന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ നോദ് ദേശത്തിന്റെ പ്രത്യേകത അറിയാമോ? അവിടെ പറയുന്നുണ്ട്, 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ. ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തമ്പുരാനെ കണ്ടുകൊണ്ടിരുന്ന കയീന അല്ലേ? എന്നാൽ അതിശയങ്ങളുടെയും വിരുന്നുകളുടെയും സുന്ദരമായ സ്ഥലം
ഉപേക്ഷിച്ച കയീൻ ചെന്നു പാർത്ത സ്ഥലത്ത് ദൈവമോ ദൈവനാമമോ ഇല്ല. 6 തലമുറ കയീനും കഴിഞ്ഞ 6 തലമുറയിൽ ദൈവമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തോടൊപ്പം പാർത്ത ചെറുപ്പക്കാരൻ, തമ്പുരാനോടൊപ്പം ഈവനിങ് വാക്കിന് നടന്ന ചെറുപ്പക്കാരൻ, അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് 6-7 തലമുറ പോലും ദൈവമില്ലാത്തവരായി മാറി. വിരുന്നുകളിൽ നിന്ന് വിലാപത്തിലേക്ക്, അതിശയങ്ങളിൽ നിന്ന് അലച്ചിലേക്ക്, a journey in which wonder became wandering. പ്രിയപ്പെട്ടവരെ, കയ്യിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇതിനെ ഉപേക്ഷിച്ചു പോകുമോ? I shall be a fugitive wanderer. ഞാൻ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഞാൻ ഈ യാത്ര നിങ്ങളോട് പറയാൻ കാരണം എന്നറിയാം, എന്നിലൊരു കയ്യിനുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതി, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിലും ഒരു കയ്യിനുണ്ട്. ഇല്ലേ? നമ്മുടെ പ്രത്യേകത എന്താ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന പറുദീസയുടെ സാധ്യതകളുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിരുന്നുകളുടെ സാധ്യതകളുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുടെ സാധ്യതകളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ഇതിനൊന്നും അനുഭവിക്കത്തില്ല. നമ്മളിത് പലതും നഷ്ടപ്പെടുത്തിയിട്ട് ദുരന്തങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യരാവും നമ്മൾ. ദുരന്തങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യരായി മാറും നമ്മൾ. ശരിക്കും നമ്മുടെ പറുദീസ എന്താ? ഇനി മരിച്ചു കഴിയുമ്പം മേളിൽ കിട്ടാനുള്ളതാണോ? എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ കിട്ടാവുന്ന ഏറ്റവും നല്ല പറുദീസ നമ്മുടെ വീടല്ലേ? ഏറ്റവും നല്ല പറുദീസ ഏതാ? വീടാ. എത്ര പേര് വീടിനെ ഗൗരവമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്? വീടിന്റെ ഉള്ളിലൊരു സ്നേഹത്തിന്റെ ആഘോഷം എത്ര വീടുകളിലുണ്ട്? ഇല്ല. നമ്മളൊക്കെ ഇന്ന് ഞെരുങ്ങുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ തന്നെ എന്നെ തന്നെ നോക്കൂ, നമ്മളൊക്കെ ടെൻഷനിലാണ്. ഞാൻ പറയുന്നത് 2 കുലങ്ങൾക്കിടയ്ക്കാണ് നമ്മൾ ഞെരുങ്ങുന്നത്. മലയാളത്തിലെ 2 പദങ്ങൾ പുതിയ കൊച്ചുകുട്ടികൾക്ക് അത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കുലം വ്യാകുലം. മുതിർന്നവര് പറയണേ, വ്യാകുലം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇന്നലെയുടെ സങ്കടം അല്ലേ? ഇതാണ് വ്യാകുലം. ഇന്നലെയുടെ സങ്കടത്തിൽ ഇന്ന് ഉരുകുന്നതിന്റെ പേരാണ് വ്യാകുലം. ഭൂതകാലത്തിന്റെ സങ്കടം. ശരിയാണ്, നമ്മളൊക്കെ ഇന്നലകളിൽ. മലയാളി ഞെരുങ്ങുന്ന, മനുഷ്യൻ ഞെരുങ്ങുന്ന ആദ്യത്തെ കുലം വ്യാകുലം, രണ്ടാമത്തെ കുലം ആകുലം. എന്താ ആകുലം? ആകുലം, ആകുലപ്പെടുക എന്ന് പറഞ്ഞ എന്താ? ഫ്യൂച്ചറിൻ്റെതാണ്, ഭാവിയുടെ സങ്കടമാണ്. ഫ്യൂച്ചർ സോറോസിലാണ്, നാളെയുടെ സങ്കടത്തിലേക്കാണ് അല്ലേ? ആ പെണ്ണിനെ കെട്ടാൻ നോക്കുമോ? ആ കല്യാണം നടക്കുമോ? ആ വണ്ടി കിട്ടുമോ? ആ കാര്യം നടക്കുമോ? ഇതാണ് ആകുലം. നമ്മളെന്ന് ഞെരുങ്ങ് ഇതിനിടയ്ക്ക. ആകുലത്തിനും വ്യാകുലത്തിനും ഇടയ്ക്ക്, ഭൂതകാലത്തിനും ഭാവി കാലത്തിനും ഇടയ്ക്ക് നമുക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് വർത്തമാനം. ഇന്ന് മലയാളിയുടെ ചിരി പോയി കേട്ടോ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ 270% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്താ? അല്ലെ ഒരു 10-20 വർഷം കൊണ്ട്. കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ അടുപ്പ് എവിടെ ആയിരുന്നു? അല്ലെ 25 വർഷം മുമ്പ് ഡൽഹിയിലെ കാര്യമല്ല, നാട്ടിലെ ആലോചിച്ചാൽ മതി, തറയിലായിരുന്നു അല്ലേ? നാട്ടിലെ അലക്കുകല്ല് എവിടെ ആയിരുന്നു? തറയിലായിരുന്നു. അമ്മിക്കല്ല് എവിടെ ആയിരുന്നു? ആ വാക്കുപോലും മറന്നുപോയി. തറയിലായിരുന്നു. ഡൈനിങ് ടേബിൾ അങ്ങനെ ഒരു സാധനമൊന്നും ഇല്ലായിരുന്നു. കൊരണ്ടിപ്പലക എന്ന് പറയാം. അതൊന്നും ഇപ്പൊ പറയാൻ നമ്മുടെ സ്റ്റാറ്റസ് അനുവദിക്കുകയല്ല. അതെവിടായിരുന്നു? തറയിലായിരുന്നു. കട്ടില്, കിടക്കപ്പായിലെ തട്ടൂടി എല്ലാം തറയിലായിരുന്നു. എല്ലാം തറയിലായിരുന്നു. ഉയർന്നു വന്നപ്പോ 10-25 വർഷം കൊണ്ട് ഇതൊക്കെ എവിടെ കയറി? അടുപ്പ് തറയിൽ നിന്ന് സ്ലാബ് ഉയർന്നു. ഉയരം പോരാന്നാണ് നമ്മുടെ പരാതി. കത്തിക്കേണ്ട കാര്യമില്ല, ഊതേണ്ട കാര്യമില്ല, വെടിവെച്ചാണ് കത്തിക്കുക. നെഞ്ചൊപ്പം കയറിയ അടുപ്പ്, അമ്മിക്കല്ല് അതില്ലല്ലോ, ബട്ടൺ ഇട്ടാണ്, അതും തോളൊപ്പമായി. എല്ലാം ബട്ടൺ തോളൊപ്പമായി. സൗകര്യങ്ങൾ തറനിരപ്പിൽ നിന്നും തോളൊപ്പം വന്നു. സ്വസ്ഥതയുടെ ഗ്രാഫ് മേളിന്ന് താഴെ പോയി. നമ്മളൊക്കെ ജരുക പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിദ്യാർത്ഥി മുതൽ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന രോഗി വരെ ടെൻഷനില്ല.
2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോടൊക്കെ ചോദിച്ചാൽ ടെൻഷനാണ്. മിഡ് ടേം എക്സാം, ഹാഫ് ടേം എക്സാം, എല്ലാത്തിനും ടെൻഷനാണ്. ദരിദ്രൻ അത്താഴത്തെ കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ മുതലാളി ഓഹരി വിപണിയെ കുറിച്ച് ടെൻഷൻ അടിക്കുകയാണ്. മാറാരോഗി അടുത്ത പ്രഭാതം കാണുമോ എന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ചെറുപ്പക്കാരൻ 6 പാക്ക് മസിൽ എങ്ങനെ വരാമെന്ന് ടെൻഷൻ അടിക്കുകയാണ്. ഓരോരുത്തർക്കും ടെൻഷൻ അടിക്കാൻ ഓരോ കാരണം. നമുക്ക് സന്തോഷമില്ല. ഞാൻ പറഞ്ഞില്ല, ചിരി കളഞ്ഞുപോയി. 270% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചതെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കിക്കേ. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ഒന്ന് ഏതെന്നറിയാം? ഇന്ന്. എന്താ? ഇന്ന്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന്. ടുഡേ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസ. നാളെ കഴിഞ്ഞ് മക്കളെ മറ്റന്നാൾ രാവിലെ കാണാൻ അല്ല പറഞ്ഞേ, ഇന്ന്. ഇന്ന്. നാളെ എവിടെയോ അല്ല. അപ്പൊ കള്ളൻ ഇനി കുരിശിലല്ല കേട്ടോ, തമ്പുരാന്റെ നെഞ്ചില. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മരണത്തിൽ പോലും വർത്തമാനത്തിന്റെ ചിരി സമ്മാനിച്ച ആളുടെ പേരാണ് തമ്പുരാൻ, അല്ലേ? മരണം കാത്തു കിടക്കുന്നവരോടും പറഞ്ഞു, ടുഡേ, ഇന്ന്. ഇന്ന് നീ ജീവിക്കുമോ? അപ്പൊ ദൈവം നമുക്ക് തന്ന എത്ര പറുദീസ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനം, ഇവിടെ ഇരുന്ന് ചിന്തിച്ച്, ആരോഗ്യമുള്ളൊരു ശരീരം ഇന്ന് തന്നിട്ടില്ലേ ഈ രാത്രി? എന്നെ കേൾക്കുന്നവർ ചിന്തിച്ച്, ഇന്ന് രാത്രി നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ഭാര്യ ജീവനോടെ ഇരിപ്പില്ലേ? അംഗവൈകല്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇല്ലേ? എന്നിട്ടും കലഹിക്കാൻ കാരണം കണ്ടെത്തുന്നില്ലേ നാം? എന്നിട്ടും വഴക്ക് പിടിക്കാൻ നാം കാരണം കണ്ടെത്തുന്നില്ലേ? നമുക്ക് എന്തേ പറ്റുന്നു? ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യരായി. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാ പ്രിയപ്പെട്ടവരെ? സെമിത്തേരി നോക്ക്. ചിരിക്കാത്ത ചുണ്ടുകൾ അവിടെ കിടപ്പുണ്ട്. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഇല്ലെന്നറിയാം. നാട്ടിൽ ഓർമ്മിക്കാൻ കാണിക്കുക, തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ. ആലിംഗനം ചെയ്യാത്ത കരങ്ങൾ അവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോ ബലം പിടിച്ച് നടക്കും. പറയാതെ പോയ വാക്കുകൾ അവിടെ കിടപ്പുണ്ട്. ചിരിക്കാത്ത അധരങ്ങൾ അവിടെ ഉണ്ട്. ചുംബിക്കാത്ത മുഖങ്ങൾ അവിടെ ഉണ്ട്. 10-70 വർഷമൊക്കെ ജീവിക്കും, ഒരു സ്നേഹവും കാണിക്കത്തില്ല. എന്തോ ഒരു ബലം പിടിച്ചാണ് നടക്കുക. അവസാനം അവിടെ കിടക്കുകയാണ്. സെമിട്രിയാണ് ഏറ്റവും വലിയ ജീവിതപാഠം. ഒന്നോർക്കണം, അടുത്ത തൂമ്പാപ്പാട് ആ തെക്കേ പറമ്പിൽ നമുക്ക് വേണ്ടിയല്ലെന്ന് ആരും കണ്ടിട്ടില്ല. അടുത്ത പള്ളിമണി നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് പറഞ്ഞു? മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട, മണ്ണേ നാളെ ചേരും നീ മാതാവാ മണ്ണിൽ. എങ്ങനെ വലിയോർ ഭീകരരായി തീർന്നു. അടുത്ത വരി, ഖബറിനുള്ളിൽ കയറി കാണുക നീ. സെമിത്തേരി പോകാൻ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിട്രി അല്ലേ സഹോദരങ്ങളെ? ജീവിതത്തിന്റെ പറുദീസ, എന്റെ പൊന്നു ചങ്ങാതി, ഇന്നാണ്. ഒത്തിരി ടെൻഷനും പിടിച്ചിട്ട് ഗാസിയാബാദ് പള്ളിക്കുള്ളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിന്റെ വിഷാദങ്ങളുടെ മുഖത്ത് ആകുലത്തിലും വ്യാകുലത്തിലും. പക്ഷേ ഒന്ന് ചിരിക്കുമോ? കായന്റെ പ്രതിസന്ധി ജീവിതത്തിലൊരു പറുദീസ ഉണ്ടായിട്ടും, വിരുന്നുകൾ ഉണ്ടായിട്ടും, അതിശയങ്ങൾ ഉണ്ടായിട്ടും അയാൾ അതും കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. തലമുറകൾ പോലും ദൈവമില്ലാതെ പോയി. കുറച്ചു നാൾ മുമ്പ് ഞാനൊരു റിപ്പോർട്ട് എവിടെയോ ഒരു പത്രത്തിന്റെ താളിൽ വായിച്ചു. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര്. ലോകത്തെ സന്തോഷിക്കുന്നവരുടെ ലിസ്റ്റ്, രാജ്യം കണക്കെ. അപ്പൊ എനിക്ക് അതൊന്ന് വായിക്കാൻ ഒരു ലിസ്റ്റ് നോക്കിയപ്പോ ഏഷ്യ ഭൂഖണ്ഡം, നമ്മുടെ ഭൂഖണ്ഡം നോക്കിയപ്പോൾ ഏഷ്യയിൽ ഏറ്റവും സന്തോഷിക്കുന്ന, ചിരിക്കുന്നവരുടെ നാട് എന്നെ അതിശയിപ്പിച്ചു. ഇസ്രായേൽ. സിറിയയിലും ഗാസയിലും ഒക്കെ വീണ ചോരപ്പാടുകൾ, എത്രയോ കാലമായി ചിതറിപ്പാർക്കുന്ന ഒരു ജനം, യഹൂദന്റെ പോരാട്ട വീര്യം, യഹൂദന്റെ പ്രതിസന്ധികൾ. പക്ഷേ ഏഷ്യയിൽ ഏറ്റവും ചിരിക്കുന്ന മനുഷ്യർ, സന്തോഷം അനുഭവിക്കുന്ന നാട് നമ്മുടെ പൊന്നുതമ്പുരാൻ പിറന്ന ഇസ്രായേൽ എന്നെ അതിശയിപ്പിച്ചു. എങ്ങനെ വാളിനും പീരങ്കികൾക്കും മീതെ ദൈവം കൊടുക്കുന്ന ഒരു സമാധാനം ഇല്ലേ? അപ്പൊ എനിക്ക് തോന്നി, നമ്മുടെ ഭാരതം 2-ലോ 3-ലോ ഒക്കെ കാണുമല്ലോ, സ്വച്ഛ് ഭാരത്. ഞാനതിങ്ങനെ നോക്കി. ലോകത്ത് 118-ാം സ്ഥാനം.
അതിന് താഴെ ഫിഫയുടെ ഫുട്ബോൾ റാങ്കിങ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന മനുഷ്യർ സന്തോഷവും അനുഭവിക്കുന്ന ഫസ്റ്റ് ലോകത്ത് അത് ഫിൻലൻഡ് എന്ന് പറയുന്ന കൊച്ചു രാജ്യമാണ്. നമ്മുടെ നാട് 118. നമ്മളല്ലേ ആളുകൾ, നമ്മൾ ചിരിച്ചിട്ട് എത്ര ദിവസമായി? ചിരി നഷ്ടപ്പെട്ടു പോയൊരു തലമുറ. കായൻ പറയുന്നത് പോലെ ഐ ഷാൽ ബി എ ഫ്യൂജിറ്റേറ്റീവ് ആൻഡ് എ വാണ്ടറർ. എനിക്ക് എന്തെല്ലാം വിരുന്നുണ്ടായാലും, എനിക്ക് എന്തെല്ലാം അതിശയം ഉണ്ടായാലും, എനിക്ക് എത്ര നല്ല വേദന ഉണ്ടായാലും ഞാൻ അനുഭവിക്കത്തില്ല. അതാണ് കായൻ പറയുക. ഒരു അനുഗ്രഹിക്കപ്പെട്ട പറുദീസ തമ്പുരാൻ തന്നു ചങ്ങാതി. ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളെ തന്നു. ഇന്ന് അത് ആസ്വദിക്കാനും ജീവിക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതൊരു വലിയ ചോദ്യമാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തമ്പുരാന്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, സ്വരൂപത്തിലും. എന്താണ് ഈ സ്വരൂപം? എന്താണ് ഈ സാദൃശ്യം? ഒറ്റ വാക്കിൽ ഞാൻ പച്ച മലയാളത്തിൽ പറയട്ടെ. മൈ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അതാണ് ഇമേജ്. മൈ കപ്പാസിറ്റി ടു, മൈ പോസിബിലിറ്റി ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള എൻ്റെ അസാധ്യതയുടെ പേരാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നിങ്ങളെ കാത്തിരിക്കുന്ന ചൂടുള്ള അത്താഴമുണ്ട്. ഈ രാത്രി നമ്മെ കാത്തിരിക്കുന്ന ചൂടുള്ള സ്നേഹമുണ്ട്. അതാണ് ദൈവത്തിന്റെ സാദൃശ്യം. അതില്ലാത്ത ഒത്തിരി പേര് ഇന്ന് രാത്രി ലോകത്തുണ്ട്. നിസായിലെ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ്, നമ്മൾ നിഷ്ഠയിൽ തന്നെ പെറ്റ പാട്ടിലൊക്കെ പാടില്ലേ, ഗ്രിഗോറിയോസ് ബസേലിയോസ്. ആദ്യ മാതാപിതാക്കളെ കുറിച്ച്, ഏദൻ തോട്ടത്തെ കുറിച്ച് ഗ്രിഗോറിയോസ് പിതാവ് എഴുതിയിട്ടുണ്ട്. ആദ്യ മാതാപിതാക്കൾ, ആദ്യ കുടുംബം പറുദീസയിൽ അവരുടെ ശരീരം ഭാരമില്ലാത്തതും സുതാര്യവുമായിരുന്നു. വെയ്റ്റ്ലെസ് ആൻഡ് ട്രാൻസ്പെറന്റ്. ഭാരമില്ലാത്തതും സുതാര്യവുമായിരുന്നു. ജീവിതം ഭാരമില്ലാത്തതായിരുന്നു പറുദീസയിൽ. ട്രാൻസ്പെറന്റ് ആയിരുന്നു. ആർക്കും അറിയാമായിരുന്നു, ആർക്കും മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഏദൻ കളഞ്ഞപ്പോ ജീവിതത്തിന്റെ ഭാരം കൂടി. നമ്മുടെ ജീവിതത്തിന്റെ ഭാരം ഭയങ്കരമാണ്. ഒടുക്കത്തെ ഭാരം ചുമന്നുകൊണ്ട് നാം നടക്കുന്നു. നമ്മൾ ഇന്ന് ആർക്കും സുതാര്യരല്ല. നമ്മൾ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാകുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകുന്നില്ല. ദൈവത്തെ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞ് പാട്ടും പാടി നമ്മൾ നടക്കുക. UKG പഠിക്കുന്ന കൊച്ചിനെ നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല ആരും. പറുദീസയുടെ പ്രത്യേകത വെയ്റ്റ്ലെസ് ആൻഡ് ട്രാൻസ്പെറന്റ് എന്നുള്ളതാണ്. പക്ഷെ ആ പറുദീസയെ വിട്ടവന് ആ രണ്ട് പദവികളും, ആ രണ്ട് പ്രിവിലേജസും, ആ രണ്ട് ഭാഗ്യാവസ്ഥകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഇന്നിനെ നമ്മൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക? നാളെ രാവിലെ മരണം കാത്തിരിക്കുന്ന ഒരു കൊലക്കയർ കാത്തിരിക്കുന്ന ഒരു കുറ്റവാളി വെളുപ്പിന് 5 മണിക്ക് മരണവാറണ്ട് മുഴങ്ങുമെങ്കിൽ ഈ രാത്രിയിലെ അത്താഴം, ഈ സന്ധ്യയുടെ നിലാവ്, അയാൾ അതിനെ ഭ്രാന്തമായി സ്നേഹിക്കും. ഇതറിഞ്ഞ 1-2 പേരൊക്കെ ഈ വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ രാജാവ്, യഹൂദയുടെ രാജാവ്, എത്ര മനോഹരമായി ഇസ്രായേലിനെ നടത്തി. യെശയ്യാവ് 38-ലും മറ്റും പറയുന്നുണ്ട്, മരിക്കത്തക്ക രോഗം പിടിച്ചു. വായിച്ചിട്ടുള്ളതാണ്. മരിക്കത്തക്ക രോഗം പിടിച്ചു. ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചു വിതുമ്പിക്കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ഓ, മരണം മുന്നിൽ, മരണത്തിന്റെ കാഹളം മുന്നിൽ. ഹിസ്കിയാവിന് ദൈവം എത്ര വർഷം നീട്ടിക്കൊടുത്തു എന്ന് പറയാമോ ആർക്കെങ്കിലും? 15. നല്ല ഉത്തരം, നല്ല ഉത്തരം, ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങളുടെ ഭാവനയോടാണ്. ഈ 15 വർഷം നീട്ടിക്കിട്ടിയ ഹിസ്കിയാവ് ആദ്യം ചെയ്തത് എന്തായിരിക്കും? എന്തായിരിക്കും? ബൈബിളിലുള്ള കാര്യമല്ല. ദൈവത്തിന് അതവിടെ നിൽക്കട്ടെ. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് പുള്ളി ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 365 into 15 is equal to 5475 എന്ന് ഉത്തരം കിട്ടി. പുള്ളി ഒരു പേപ്പറിൽ എഴുതി വെച്ചു. 5475 ദിവസം. അത്രേ ഉള്ളൂ. ഓരോ ദിവസവും ഓരോ കല്ല് പെറുക്കി കളയുന്നത് പറഞ്ഞ പോലെ ഇനി ഇത്രയേ ഉള്ളൂ. 5000 ദിവസം. ദൈവമേ, പുള്ളി ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി കാണുമോ? പിന്നത്തെ 15 വർഷം ഇല്ല. ആരുടെയെങ്കിലും വരമ്പ് മാന്തി കാണുമോ? ഇല്ല. വീട്ടിൽ കലഹം ഉണ്ടാക്കി കാണുമോ? ഇല്ല.
ആ 5000 ദിവസം ഭ്രാന്തമായി സ്നേഹിച്ചിട്ടുണ്ടാവും. ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു അല്ല, കർത്താവ് ജീവിപ്പിച്ചു. പിന്നെ നമ്മുടെ ലാസറിന്റെ കഥ നമുക്കറിയില്ല. പക്ഷെ പാരമ്പര്യം പറയുന്നവരെ പിന്നെ അദ്ദേഹം 30 വർഷം കൂടെ ജീവിച്ചു. സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കല്ലറയുണ്ട്. ആ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാസർ മരിച്ചിട്ട് 4-ാം ദിനം. ഒരുപാട് മെഴുതിരികൾ അവിടെ എരിഞ്ഞു തീരാറുണ്ട്. ആ 30 വർഷം ലാസർ എങ്ങനെ ജീവിച്ചു കാണും? ഒരു കോമഡി സീരിയൽ കണ്ട് ചിരിച്ചിട്ടുണ്ടാവില്ല, ഒരു കണ്ണീർ പരമ്പര കണ്ടും കരഞ്ഞിട്ടും ഉണ്ടാവില്ല. ജീവിതത്തോട് ഇങ്ങനെ നിഷ്ക്രിയമായി ആ 15 വർഷം ഹിസ്കിയാവ് എങ്ങനെ ജീവിച്ചു കാണും? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു 60 കഴിഞ്ഞവരൊന്ന് ചിന്തിച്ചേ. 60 കഴിഞ്ഞൊരു കുറവായിരിക്കും എന്ന് എനിക്കറിയാം, കൊറോണയാണ്ട് വന്നിട്ടുണ്ടാവില്ല. 65 കഴിഞ്ഞ അമ്മാമ്മമാരോ അച്ചായന്മാരോ ഉണ്ടെങ്കിൽ ഇനി ഒരു 15 വർഷമോടെ കിട്ടുമെന്ന് കൂട്ടിക്കോ. അതിൽ കൂടുതൽ കിട്ടും, എന്നാലും ഞാൻ ഇട്ടേക്കുവാ 15 ഗുണം 365. ഗുണിച്ചോണം, അവിടെ ഇരുന്ന് ഗുണിച്ചോണം. ഇന്ന് രാത്രി ഗുണിക്കാനുള്ള ദിവസമാണ്. 70 കഴിഞ്ഞ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഗുണിച്ചോ മനസ്സിന്റെ കാൽക്കുലേറ്ററിൽ. ഒരു 15 കൂടി ഇട്ടോ, 85 വരെ ഗുണിച്ചോ. 60 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒരു 12 ഇട്ട് ഗുണിച്ചോ. ഗുണിച്ചിട്ട് ഒന്ന് പറ, ജീവിതം ഇത്രയും പിരിഞ്ഞു മുറുകാനുള്ളതാണോ? നമ്മുടെ പിള്ളേര് വീട്ടില് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കലഹമൊക്കെ കാണും. വീടല്ലേ, പിള്ളേര് വെള്ളം തട്ടിക്കമെഴുത്തുകയോ ഭിത്തിയിൽ കുത്തി വരയ്ക്കുകയോ പേപ്പർ നുള്ളി കീറിയിടുകയോ ഒക്കെ ചെയ്യും. നമ്മളിങ്ങനെ 3-ാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടാതെ ഫിലിപ്പി ലേഖനമൊക്കെ വായിച്ചോണ്ട് ചുമ്മാ അവിടെ ഇരുന്നോണം. കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൽ റിലാക്സ് ചെയ്യുന്നേ. 75 കഴിഞ്ഞവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ സമയമായി കേട്ടോ. ജീവിതത്തിന്റെ പറുദീസകൾ അറിയാതെ നമ്മൾ ചിരിക്കാതെ തെക്കോട്ട് എടുക്കപ്പെടുന്ന ഒരു നേരം ഉണ്ടാവും. കയന്റെ ഇവിടെ ഇരിക്കുന്ന കയനാണ്, ഈ നിൽക്കുന്നവരുടെ കയനാണ്. കയന്റെ പ്രതിസന്ധി ആശകളെല്ലാം ആശങ്കകളായി. ആശകളുടെ സ്ഥലമാണ് പറുദീസ. ആശകളെല്ലാം ആശങ്കകളായി. ഞാൻ പറയുന്നൊരു അക്കമിട്ട് മനസ്സിലൊന്ന് ചിന്തിച്ചോ. നമ്മുടെയും പ്രതിസന്ധി അതാ, ആശകളെല്ലാം ആശങ്കകളായി. പ്രതാപം പരിതാപമായി. പറുദീസയ്ക്കൊരു പ്രതാപമുണ്ടായിരുന്നു, പ്രതാപം പരിതാപമായി. അനുഭവങ്ങളൊക്കെ അഭിനയങ്ങളായി. ഏതൊരു അനുഭവമായിരുന്നു. പറുദീസ ഉപേക്ഷിക്കുമോ? ഇന്ന് രാത്രി ശാന്തമായി ചിന്തിക്കാൻ, ദൈവമേ ഞാനൊരു കയനാണ്. ദൈവം ഇന്ന് തന്നിരിക്കുന്ന സാധ്യതകൾ അനവധിയായിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ? അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യമുള്ള ഭർത്താവ്, ആരോഗ്യമുള്ള ഭാര്യ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാം ഇതാണ് സഹോദര പറുദീസ. ചിരിക്കാൻ മറന്നുപോകുമോ? സ്നേഹിക്കാൻ മറന്നുപോകുമോ? ജീവിക്കാൻ മറന്നുപോകുന്നുവോ? നമ്മൾ മരിക്കുമ്പോൾ 3 വാക്കുകളിൽ നമ്മുടെ ജീവിതം അളക്കപ്പെടും. 1 LIV ലിവ്, ജീവിച്ചോ. 2 LOV ലവ്, സ്നേഹിച്ചോ. 3 LEAVE, ചിലതൊക്കെ വിട്ട് കളഞ്ഞോ. ജീവപര്യന്തം തടവ് പോലും 14 വർഷമേ ഉള്ളൂ. 14 വർഷം കഴിഞ്ഞാൽ വിടും. ഇവിടെ നാത്തൂനുമായിട്ട് വഴക്കുടങ്ങിയിട്ട് 22 വർഷമായി, ഇപ്പോഴും വിട്ടിട്ടില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് മുറിഞ്ഞിട്ട് 18 വർഷമായി, ഇപ്പോഴും വിട്ടിട്ടില്ല. നമ്മുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുക, അളക്കപ്പെടുക. 3ാമതൊരു എല്ലുകൂടെ ഉണ്ട്. 1 ലിവ്, 2 ലവ്. How gently you live, നീ എങ്ങനെ ഭംഗിയായി ജീവിച്ചു. How much you love, നീ എത്രമാത്രം സ്നേഹിച്ചു. How gracefully you live, ചിലതൊക്കെ നീ എത്ര കൃപയോടെ വിട്ട് കളയുന്നേ. ചില ഈഗോ ഒക്കെ മനസ്സിലിരിപ്പുണ്ട്, ഒന്ന് വിട്ടേരുന്നേ. ഇനി എത്ര നാൾ? കാൽക്കുലേറ്റർ വെച്ച് ഗുണിച്ചത് അക്കം മറന്നിട്ടില്ലല്ലോ. 15 വെച്ച് ഗുണിച്ചവർ ഇവിടെ ഇരിക്കുവല്ലേ. ചിലതൊക്കെ വിട്ടേരെ, ഒന്ന് വിട്ടേരുന്നേ. 1ാമത്തെ യാത്ര താങ്കളും ഞാനും. A journey in which wonder became wandering. അതിശയങ്ങളെ അലച്ചിലുകളാക്കുന്ന, ജീവിക്കാതെ പോകുന്ന നമ്മുടെ ഒരു അനുഭവം കയൻ തന്നെയാണ്. അനന്തരം കയൻ യാത്ര പുറപ്പെട്ടു. ഏദന് കിഴക്ക് നോദ് ദേശത്ത് എത്തി. ആ വേദപുസ്തകത്തിന്റെ താളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് 4 പേരെ മറന്നു പോകരുത്.
4 പേരെ കുറിച്ച് ഞാൻ പറയും. ഒന്ന് കയൻ, 2 ജനസിസ് 22 അധ്യായം മുഴുവൻ നമുക്കിന്ന് വേണം, വേഗം പോവുകയും വേണം. ഉൽപ്പത്തി 22 ഒരു മഹായാത്രയാണ്. ഒരപ്പനും മോനും. ആരാണ് അപ്പൻ? അബ്രഹാം. മകൻ ആരാണ്? ഇസഹാക്ക്. ഏത് മലയിലേക്കാണ് പോകുക? എന്തിനാണ് പോകുക? യാഗമർപ്പിക്കാൻ, മകനെ യാഗമർപ്പിക്കാൻ. ആ യാത്രയ്ക്ക് ഞാനൊരു പേര് വിളിച്ചോട്ടെ, എ ജേർണി ഇൻ വിച്ച് പ്രോബ്ലംസ് ബിക്കെയിം പ്രോജക്ട്സ്. എ ജേർണി ഇൻ വിച്ച് പ്രോബ്ലംസ് ബിക്കെയിം പ്രോജക്ട്സ്. പ്രോബ്ലം, പ്രശ്നം, പ്രശ്നത്തോട് പ്രശ്നം. ആറ്റുതോറ്റിരുന്ന കുട്ടിയെ കത്തിവെക്കാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ലേ? പ്രതിസന്ധി, പ്രോബ്ലം. A journey in which problems became projects. പ്രതിസന്ധികൾ പദ്ധതികളായി മാറിയ യാത്ര. പ്രോജക്റ്റ് പദ്ധതി, പ്രതിസന്ധികൾ പദ്ധതികളായി മാറിയ യാത്ര. എൻ്റെ കൂടെ ഒന്ന് വരണേ. നിങ്ങൾ കായന്റെ കൂടെ നോതിൽ നിൽക്കുവാണോ? ചിലരുടെ ഇരിപ്പ് കണ്ടിട്ടെന്നൊരു സംശയമുണ്ട്. ഇനി പോരാ, വഴിക്ക് പോകരുത്. 7 തലമുറ ഗുണം പിടിക്കാത്ത വഴിയാണ് കായന്റെ പോക്ക്. ഇങ്ങോട്ട് പോരുന്നേ. ഒരു നല്ല യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ വിളിക്കുക. അബ്രഹാമിന്റെ കൂടെ പോകാം. ഇതാ നേരം പരപരാ വെളുത്തു വരുന്നതേയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ ഞാനില്ല, ഗാസിയാബാദ് പള്ളിയുടെ ബലിപീഠമില്ല. ഇപ്പോ ആ പഴയ വൃദ്ധനും നരച്ച താടി താഴോട്ട് നെഞ്ചൊപ്പം തൂങ്ങിക്കിടക്കുന്ന ആ വൃദ്ധനും 17-16 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു ചെറുപ്പക്കാരനും മാത്രം നിങ്ങളുടെ കൺമുമ്പിൽ. നേരം പരവരാ വെളുത്തു വരുന്ന ഒരു കുന്നിൻ ചെരുവിലെ ഒരു പഴയ വീട്. ഒരു മനുഷ്യൻ തിടുക്കപ്പെട്ട് നേരം പുലരിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ആ വീട്ടിൽ അന്ന് ആരും ആരോടും മിണ്ടുന്നില്ല. സാറായോട് അബ്രഹാമിന് പറയാൻ ധൈര്യമില്ല. ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുന്നത് ഉൽപ്പത്തി 22 മാത്രം തുറന്നു വച്ചല്ല. കഷ്ടാനുഭവയാഴ്ച, ഒരാഴ്ചത്തെ നമസ്കാരങ്ങൾ നല്ല മനോഹരമല്ലേ? ചൊവ്വാഴ്ച രാത്രി നമസ്കാരം മനോഹരമായി അബ്രഹാം ഇസഹാക്കിനോടുള്ള യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതാണ്. ആ നമസ്കാരക്രമം കൂടെ മുഖവിലക്കെടുത്താണ്, പിതാക്കന്മാരുടെ ചിന്തകളും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ 2ാമത്തെ യാത്ര ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വെളുപ്പിന് ആരും ആരോടും മിണ്ടാതെ സാറയോട് പറയാനൊക്കത്തില്ല, കൊച്ചിനെ കൊല്ലാൻ കൊണ്ടുവന്ന് പറയാനൊക്കുമോ? ഒക്കില്ല. അങ്ങനെ 2 പേരും കൂടെ ഒരു യാത്ര പോകും. ആ വെളുപ്പിനും ആ രാത്രിയിലും തലേന്നത്തെ അത്താഴവും തലേ ദിവസവും ഒക്കെ ആ വീട്ടിൽ ശ്മശാനമുഖതയാണ്. സാറ ചിന്തിക്കുന്നുണ്ട്, നന്നായി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ കിളവൻ ഭർത്താവ് ഇപ്പൊ മിണ്ടുന്നില്ല, പുള്ളിക്ക് മിണ്ടാനൊക്കില്ല. അല്ലെങ്കിലും ഈ പുരുഷൻ ദേഷ്യം വന്നാൽ, സങ്കടം വന്നാൽ അവൻ കേവ് പോലെയാണെന്ന് പറയും. കേവെന്ന് പറഞ്ഞാൽ ഗുഹ. ഒരു ഗുഹയിലേക്ക് കയറുന്നല്ല, അവൻ മിണ്ടുകയല്ല. ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ഭാര്യ ബുദ്ധിമതിയായ ഭാര്യ. പുരുഷന് സ്ട്രെയിൻ വന്നാലും സങ്കടം വന്നാലും കുറച്ചുകൂടെ പുള്ളി അങ്ങ് ഒതുങ്ങും, പിന്നെ പഴയ മിണ്ടാട്ടൊന്നും കാണുകയല്ല. അങ്ങനെ തന്നെയല്ലേ? സ്ത്രീക്ക് ദേഷ്യം വന്നാൽ വേവ് പോലെയാണെന്ന് പറയും. WAV എന്ന് പറഞ്ഞാൽ പറയൂ, തിരമാല. ഇത് എപ്പോഴാണ് വേലിയേറ്റം, എപ്പോഴാണ് വേലിയിറക്കം എന്ന് പറയാനൊക്കെ. ഒരു വരവ് ചിലപ്പോൾ വന്നാൽ തീരം നക്കിത്തുടച്ച് മാത്രമേ തിരിച്ചു പോകുള്ളൂ. നമ്മൾ വിചാരിക്കും ഈ വരുന്ന തിര വലിയ കുഴപ്പമില്ലെന്ന്. പക്ഷേ ഇത് ഭയങ്കര വേവ് പോലെ ആട്ടിച്ചാ വഴി പോകുന്ന അലൂമിനിയം കലം, സ്റ്റീൽ പാത്രം, ഗ്യാസിന്റെ നോബ്, പിള്ളേരുടെ പുറം, ഇതൊക്കെ ചിലപ്പോൾ തീർന്നു കളയും. ക്ഷമിക്കണം, ഞാൻ സ്ത്രീ വിരോധിയല്ല. അത് മനഃശാസ്ത്രം പറയുന്നതാണ്. പുരുഷന്റെ സങ്കടവും സ്ത്രീയുടെ സങ്കടവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരാൾ കേവ് പോലെയും ഒരാൾ വേവ് പോലെയാണെന്ന്. എന്തായിരുന്നാലും അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാം കേവ് പോലെ ഒന്നും മിണ്ടാത്ത ഒരു പുലരി. സാറയോട് പറയാൻ വയ്യ. ആ യാത്ര പ്രശ്നങ്ങളുടെ യാത്രയാണ്, ആ യാത്ര പ്രതിസന്ധികളുടെ യാത്രയാണ്. നിങ്ങൾ ആലോചിക്കൂ, ആ പ്രശ്നങ്ങളാണ് മല കയറി തീർന്നപ്പോൾ എന്തായിട്ട് മാറിയത്? പദ്ധതികളായി മാറിയത്. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ അന്വേഷണം. അബ്രഹാം ഇസഹാക്കുമൊത്ത് മോറിയ മലയിലേക്ക് പോയപ്പോ നാം ഇങ്ങനെ വായിക്കുന്നു, 3-ാം വാക്യത്തിൽ, അബ്രഹാം തുറന്നു വച്ചേക്കല്ലേ, അബ്രഹാം he wake up in the early morning. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പദ്ധതികളാക്കണോ? ഞാൻ പറയും, ഇതൊരു മോറിയ. ആ പടി കയറി
ഈ പടി കയറി 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 ഓരോ ദേവാലയവും ഒരു പർവ്വതമാണ്. അബ്രഹാം മോറിയയിലേക്ക് പോയത് യാഗം കഴിക്കാനാ, അല്ലെ, ബലിയർപ്പിക്കാനാ. ഗാസിയാബാദിൽ നമ്മുടെ ബലിയർപ്പണത്തിന്റെ മോറിയയാണ് ഏത്? നമ്മുടെ ദേവാലയം. ഹി വേക്ക് അപ്പ് ഇൻ ദി ഏർലി മോർണിംഗ്. 100 വയസ്സായി, ഷുഗറിന്റെ ഒരു ചെറിയ ഗുളികയെങ്കിലും അബ്രഹാം കഴിക്കുന്നുണ്ടാവണം. BP മോശമല്ലാത്ത രീതിയിൽ ഉണ്ടാവും. കൊളസ്ട്രോൾ എനിക്ക് അറിയാൻ പാടില്ല. ഇത്രയൊക്കെ വയ്യാത്ത സന്ധിവേദന നമുക്കിവിടെ 53 ആയപ്പോഴേ മുട്ട 2 വയ്യ. അബ്രഹാമിന് ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ടും ബലിയർപ്പണത്തിന്റെ പുലരിയിൽ അധികാലത്തെഴുന്നേറ്റു, കൊച്ചിനെ വിളിച്ചുണർത്തി, ഇരുവരും ഒന്നിച്ച് നടന്നു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ പദ്ധതികളാക്കാൻ ദൈവം നമുക്ക് തന്നൊരു പർവ്വതമാണ് ഈ പള്ളി, ഓരോ ദേവാലയവും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഒരു ചിട്ടയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രതിസന്ധിയൊക്കെ പദ്ധതിയായത്. നിങ്ങളൊക്കെ നേരത്തെ പള്ളി, നാട്ടിലൊക്കെ കാര്യം വരുമ്പോ കൊറോണയുടെ ആയപ്പോ പറയാനുമില്ല. ആഴ്ചയിൽ ഒരിക്കലും കഴുകാത്ത പൊടി പിടിച്ച വണ്ടിയും നമ്മൾ കഴുകുന്നത്. ഡൽഹി പിന്നെ മഴയില്ലാത്തതുകൊണ്ട് അധികം കഴുകലില്ലായിരിക്കും, അല്ലെ? ഞായറാഴ്ച രാവിലെയാണ് നാട്ടിലെ കാര്യം, അല്ലേ? സാധാരണ എല്ലാ ദിവസവും അച്ചായന് രാവിലെ 1 കോഫിയാണ്, ഞായറാഴ്ച 2 കോഫിയാണ്. പത്രം മുഴുവൻ ഇവിടുത്തെ കാര്യമല്ലേ. പിന്നെ സൺഡേ സപ്ലിമെന്റും വായിക്കും, സ്പെഷ്യൽ ആണല്ലോ. അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അതുമൊക്കെ വായിച്ചിട്ടൊരു 8:30, 8:45, 9:15, 9:30 ഒരു വരവുണ്ട്. എവിടോട്ട്? മോറിയയിലേക്ക്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ചെയ്യുന്നതൊന്നും ഗുണപ്പെടുകയല്ല. കർത്താവ് ആദ്യ കുർബാന ചൊല്ലിയത് എപ്പോഴാണെന്നറിയോ? വിശുദ്ധ ലൂക്കോസ് 22:14 ഇങ്ങനെ വായിക്കും: സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിടുന്നു. സമയമായപ്പോൾ. ഏത് സമയം? വിശന്ന സമയമല്ല, വെന്ത സമയമല്ല, വിളമ്പിയ സമയമല്ല. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞോട് അറുക്കപ്പെട്ട സമയം. സമയമായപ്പോൾ. നമുക്കെന്താ പല അനുഗ്രഹങ്ങൾ വഴി തടയുന്നതെന്നറിയാം. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ കർത്താവ് തമ്പുരാൻ സമയത്ത് ചെയ്തിട്ട് പലതും നമ്മൾ അസമയത്ത് ചെയ്യും. അസമയം എന്ന് പറഞ്ഞാൽ പാതിരാത്രി 2 മണിയല്ല, സമയമല്ലാത്തരെല്ലാം അസമയമാണ്. ഒരു നോമ്പുകാലം അല്ലേ? 25, 57 നമ്മൾ ഗൗരവമായിട്ട് കാണുക. നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ ചിട്ടകൾ, ഒരു താളനിബദ്ധമായ ആരാധനാ രീതികൾ. നമ്മുടെ മുറ്റത്ത് ചെടിച്ചട്ടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന 4 മണിപ്പൂ നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട്. മീശയും വെച്ചോണ്ട് നടക്കുക. നിനക്കൊന്നിനും ഒരു സമയമില്ലല്ലോടാ. ഞാൻ ഒരിക്കലും 3:30 വിരിഞ്ഞിട്ടില്ല, 4:30 വിരിഞ്ഞിട്ടില്ല. ഞാൻ എന്നും 4 മണി. ഈ പ്രപഞ്ചത്തിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് കറങ്ങാനൊരു താളമുണ്ട്, ഭ്രമണം ചെയ്യാൻ. നിശാഗന്ധിക്ക് പൂക്കാനൊരു താളമുണ്ട്, നേരമുണ്ട്. സൂര്യകാന്തിക്ക് വിടരാനൊരു താളമുണ്ട്. എല്ലാത്തിനും ഒരു താളമുണ്ട്. താളമില്ലാത്ത ഏകജീവി മനുഷ്യൻ. നമ്മുടെ ആരാധനാ ജീവിതത്തിന്റെ ചിട്ടയില്ലായ്മയാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ വഴിമുടങ്ങി പോകാൻ കാരണം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, മകനുമായി ബാല്യക്കാരിൽ 2 പേരെയും കൂട്ടിപ്പോയി എന്നാണ് അവിടെ പറയുക. അബ്രഹാം എത്ര പേരുമായി പോയി? ബാല്യക്കാരിൽ. ഞാൻ പറയും, പള്ളി വരുവാനെ 3 പേര് ഒരുമിച്ചേ വരാവൂ. ഇന്നിപ്പോ എത്ര പേരുമായിട്ടാ വന്നേ? എന്തൊരു പറച്ചിലാണത്, അല്ലേ? ഇന്നിപ്പോ എത്ര പേരുമായിട്ടാ വന്നേ? ഒറ്റയ്ക്കാണോ? ഹസ്ബൻഡ് ഉണ്ട്, നന്നായിരിക്കട്ടെ. നാളെ അങ്ങനെ തന്നെ വേണം. 3 പേര് ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ, അത് ആക്ഷരികമായി പറഞ്ഞതല്ല. ശരീരം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചത്. ശരീരത്തിന്റെ ബാല്യക്കാരല്ലേ മനസ്സും ആത്മാവും. അബ്രഹാം ബാല്യക്കാരിൽ 2 പേരെയും കൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥമില്ലേ അതിന്? ശരീരാത്മദേഹികൾ, ആത്മശരീര മനസ്സുകളാ എന്നുടെ തിരുമുൽ. 3 പേരുണ്ടോ ഇവിടെ? അതാണ് ചോദിച്ചത്. അത്രേ ഉള്ളൂ കേട്ടോ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, ബാല്യക്കാരിൽ 2 പേരുമായി മലയിലേക്ക് പോയി. പോയപ്പോ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു? വിറകെടുത്തു. വിറക് ആരുടെ കയ്യിലായിരുന്നു? മോന്റെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ വേദോസം എടുക്കാൻ. അബ്രഹാം വിറകെടുത്തു, മലയുടെ താഴെ ചെന്നപ്പോ അത് മകന്റെ തോളിൽ വെച്ചു. നീ എടുത്താ നിന്റെ കൊച്ചെണ്ണെടുക്കും, നീ നോമ്പെടുത്താലും ബൈബിൾ എടുത്താലും. വ്യക്തമായി ഉൽപ്പത്തി 22 വായിച്ചോളൂ സ്നേഹിത. അബ്രഹാം വിറകെടുത്തു എന്നൊരു വാക്യം ഉണ്ടോ അതിനകത്ത്? ഉണ്ട്.
മാതാപിതാക്കൾ എടുക്കുമോ പരിശുദ്ധ നോമ്പ്? ആരാധനയുടെ പുസ്തകം, ആരാധനയുടെ ക്രമങ്ങൾ എടുക്കുമോ? അബ്രഹാം എടുത്തുകൊണ്ടാണ് ഇസഹാക്ക് ഏറ്റെടുത്തത്. ഇസഹാക്ക് ഏറ്റെടുക്കുക, എടുക്കുന്നത് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് ഏറ്റെടുക്കുക? നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നാട്ടില് ആ പഴയ വീട്ടിലിരുന്ന് വെളുപ്പിനിരുന്ന് പായിട്ട് പാടിയത് അതിന്റെ കൃപ മാത്രമേ നമുക്കുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ഒന്നും നമ്മുടെ കയ്യിലിരിപ്പൊന്നും അത്രയൊന്നും നമ്മളൊന്നും അത്ര വരത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് എന്ത് ഏറ്റെടുക്കും? അബ്രഹാം വിറകൊടുത്തു. ഈ അബ്രഹാമിന്റെ യാത്രയെ കുറിച്ച് മനോഹരമായി ഈ ചൊവ്വാഴ്ച രാത്രിയുടെ ഒരു സുഗീസം ഉണ്ട്. കഷ്ടാനുഭവാഴ്ച രാത്രി അവരുടെ വേദന ഇങ്ങനെ പറയുന്നുണ്ട്. സാറ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, സാറാ ചൊന്നാൾ നീ എന്തേ, വെളുപ്പിന് പോകുമ്പോഴേ പുത്രബലിക്കായി മുതിരുന്നു, തേച്ചുമിനുക്കും വാളാൽ നീ എന്നെ തുണയറ്റോളാക്കും. മനസ്സിലാവുന്നല്ലേ? എന്റെ ഭർത്താവേ, നീ തേച്ചു മിനുക്കുന്ന ഈ പിച്ചാത്തി കൊണ്ട് എന്നെ കുഞ്ഞുങ്ങളില്ലാത്തവനാക്കൂ. എന്തൊരു സങ്കടമായ യാത്രയ്ക്ക്. സാറാ ചൊന്നാൾ നീ എന്തേ, പുത്രബലിക്കായി മുതിരുന്നു, തേച്ചുമിനുക്കും വളാൽ നീ എന്നെ തുണയറ്റോളാക്കും. ഒന്നും മിണ്ടിയില്ലേ മനുഷ്യൻ? ഒന്നും മിണ്ടാനില്ല. എന്താ മിണ്ടാനുള്ളത്? പറയാനൊക്കെ ഈ കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോവാ. അവരങ്ങനെ നടന്നു പോവുക. നിങ്ങളൊപ്പം നടക്കുന്നില്ലേ? ആ മലയുടെ നടുക്ക് എന്നപ്പോ അതുവരെ മിണ്ടാതിരുന്ന ഇസഹാക്ക് ചോദിച്ചു, മൗനം മുറിച്ചിട്ട്. ഇസഹാക്കന്നേരം ചൊന്നു, തീയും വിറകും കൂട്ടുണ്ട്. അപ്പനോട് ചോദിക്കുക. ഇസഹാക്കന്നേരം ചൊന്നു, തീയും വിറകും കൂട്ടുണ്ട്. ആടില്ല, പീഠവുമില്ല, എങ്ങനെ ബലിയർപ്പിച്ചിടും? എന്റെ അപ്പാ, എങ്ങനെയാ ബലിയർപ്പിക്കുക? ആടില്ല, യാഗപീഠമില്ല. അവിടെയും ഈ അപ്പന് മറുപടിയില്ല. അന്ന് രാവിലെ സാറ അബ്രഹാമിനോട് പറഞ്ഞത് മനോഹരമായി പിതാക്കന്മാർ കഷ്ടാനുഭവാഴ്ച പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സാറ അബ്രഹാമിനോട് പറഞ്ഞതെന്തെന്നാൽ, വെളുപ്പിന് എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് എന്നോട് വെളിവാക്കുക. അബ്രഹാം അവളോട്, എനിക്കും ഈ പൈതലിനുമിടയിൽ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താലെ വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനത്താലെ പോയി വരിക. ഓ, വെളുപ്പിന് ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോവാ നേരം പുലരുന്നതിന് മുമ്പ്. അപ്പൊ ഭർത്താവ് എന്താ മറുപടി പറഞ്ഞത്? എനിക്കും ഈ കുഞ്ഞിനും ഇടയ്ക്കൊരു. അപ്പൊ ഭാര്യ എന്താ മറുപടി പറഞ്ഞു? സമാധാനത്താലെ പോയി വരിക. ഈ വീട് നമ്മുടെ വീടാണെന്ന് കൂട്ടിക്കോ. ഡൽഹിയിലെ ഗാസിയാബാദിലെ നമ്മുടെ വീടാണ്. അച്ചായൻ വെളുപ്പിന് എഴുന്നേറ്റ് നന്നായി തേച്ച് നല്ല റോയൽ മെറേജ് ഒക്കെ അടിച്ച് പെർഫ്യൂം ഒക്കെ അടിച്ച് തേച്ചു മിനുക്കി രണ്ടുപേരോട് അത്ര രസത്തിലല്ല പോവുക. അപ്പൊ ചോദിക്കണ്ട, എവിടാ ഒരുങ്ങി? ഇപ്പൊ പുള്ളി പറയുകയാണ്, എനിക്കൊരു രഹസ്യമുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോ ഗാസിയാബാദിൽ ആന്റി പറയും, ചായ പോയി വരിക.
എന്നെ തുറിച്ചു നോക്കുന്നു. പറയുമോ? അല്ലേ? പറയുമോ? ബാക്കി ഇപ്പം ഏതായാലും പള്ളിക്കകത്തിരുന്ന് പൂരിപ്പിക്കണ്ട. സഹോദരങ്ങളെ, അബ്രഹാമും സാറായും തമ്മിലുള്ള ഒരു ദാമ്പത്യത്തിന്റെ ഹാർമണിയുടെ വിജയമന്ത്രം, തനിക്ക് മനസ്സിലാകാത്ത ചില രഹസ്യങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഇടയ്ക്ക് ദൈവം തമ്പുരാനും കൂടെ സ്ഥാനം കൊടുത്തു പ്രാർത്ഥനയോടെ ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കുക. അബ്രഹാം ഒന്നും മറുപടി പറയുന്നില്ല. പ്രാർത്ഥിച്ചാൽ മതി നീ. സമാധാനത്താല് ഇവിടെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത്. ആ പോക്കങ്ങോട്ട് പോകുമ്പോ ഇസഹാക്ക് വഴി ചോദിച്ചു. 3 ദിവസം കൊണ്ടാണ് മോറിയ മലയുടെ ഉയരത്തിൽ ചെന്നത്. മോറിയ മലയുടെ ഉയരത്തിൽ ചെന്നപ്പോ അപ്പോഴും ഇസഹാക്കിന് സംശയം, ആടില്ലല്ലോ, ഈ ബലി എങ്ങനെ നടക്കും? പക്ഷെ ഇസഹാക്കിന് മനസ്സിലായി, തന്റെ ബലി തന്റെ കൈ കെട്ടിയപ്പോ, തന്റെ കാലുകൾ കെട്ടിയപ്പോ, അപ്പൻ തന്റെ കൈക്ക് പിടിച്ച കയർ കൊണ്ട് കെട്ടിയപ്പോ കുതറിയില്ല. ഇസഹാക്ക് പറഞ്ഞു, 3 ദിനം നടകൊണ്ടു നോക്കിയിരിക്കും നെന്മാതാ. വീട്ടിൽ എൻ്റെ അമ്മേനെ നോക്കിയിരിക്കുക. 3 ദിവസം ഇറങ്ങിയിട്ട് അടുത്ത വരി നമ്മുടെ ചങ്ക് പറയും, അപ്പനോട് പറയുക, ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. എന്നെ കേൾക്കുന്ന അമ്മേ, എന്നെ കേൾക്കുന്ന പിതാവേ, ആ കുഞ്ഞിന്റെ മുഖത്ത് അബ്രഹാം നോക്കുന്നില്ല, നോക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ചങ്കുപൊടിയുന്ന വേദനയിൽ ഈ കുഞ്ഞ് പറയുക, എന്റെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലികൽപ്പന പോലർപ്പിക്ക, ശങ്കിച്ചെന്നെ നോക്കേണ്ട. എന്റെ അമ്മ നോക്കിയിരിക്കുന്നു. 3 ദിനം നടകൊണ്ടു. തിരിച്ചു പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ അപ്പനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അത് അമ്മയുടെ മോനാണ്. കാരണം രാവിലെ അമ്മ എന്താ പറഞ്ഞു വിട്ടെന്നറിയാം? കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ 90 വർഷം ജീവിച്ചു, എനിക്കറിയാം ഈ യാത്ര ശുഭമല്ലെന്ന്, തിരിച്ചു വരില്ലെന്ന്. അപ്പോഴും സാറ അബ്രഹാമിനെ യാത്രയാക്കിയത് ഇങ്ങനെയാണ്: വേദനയേറ്റം ഞാനേറ്റു, നീയവയെല്ലാം അറിയുന്നു. ഭർത്താവേ, അങ്ങേക്കറിയാം, എന്നെ ദുഃഖിപ്പിക്കല്ലേ, എന്നെ വിഷമിപ്പിക്കല്ലേ. പോകവനൻ പ്രത്യാശ. പോയിട്ട് വാ, ഈ കുഞ്ഞാണെന്റെ പ്രത്യാശ. ഓ, ഈ അമ്മ, ഈ മകൻ, ഈ കുഞ്ഞ് ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് പറയുക, എന്റെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഇങ്ങനെ ഒളികണ്ണിട്ട് കണ്ണിൽ ചോര പൊടിഞ്ഞിട്ട് അപ്പൻ എന്നെ നോക്കുന്നത്? എന്നെ എടുത്ത് കടത്തിക്കോ. പ്രിയപ്പെട്ടവർ, നിങ്ങളെ ബലിപീഠം ഒന്ന് കണ്ടേ. എന്നിട്ട് ഇസഹാക്ക് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് അവിടെ നിന്ന് പോവാ. ഇസഹാക്ക് വീണ്ടും പറയേ അപ്പനോട്, എന്നെ സാറായുടെ ഗർഭേ നൽകിയ നാഥൻ സംസ്തുത്യൻ. കുഞ്ഞുങ്ങളില്ലാതിരുന്ന എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കൊടുത്ത ദൈവം ഉണ്ടല്ലോ. എന്നെ സാറായുടെ ഗർഭേ നൽകിയ നാഥൻ സംസ്തുത്യൻ. ആശ്വാസമവൾ കേകീടും നെടുവീർപ്പുകളെ മായിക്കും. എനിക്ക് ഇസഹാക്കിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്റെ അമ്മ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കൊടുത്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ.
ആശ്വാസമവൾ കേകീടും നെടുവീർപ്പുകളെ മായിക്കും. എന്റെ അമ്മയുടെ കണ്ണുനീര് മായിക്കാൻ സ്വർഗത്തിലെ ദൈവം മതിയായവൻ. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ നിന്ന് വെളുപ്പിന് മുതൽ മോറിയാമല വരെ 3 ദിവസം മുഴുവൻ ഈ മകനും ഈ അമ്മയും ഈ അപ്പനും കാണിച്ചൊരു വിശ്വാസത്തിന്റെ സ്ഥൈര്യമുണ്ടല്ലോ, ഈ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടല്ലോ. അതാണ് പ്രതിസന്ധികളെ പദ്ധതികളാക്കിയത്. The journey in which problems became projects. മല കയറാൻ തുടങ്ങിയപ്പോ അബ്രഹാം തന്നോട് തന്നെ ചോദിച്ചു, ദൈവമേ, ഇതിനാണോ ഈ പ്രായമായ കാലത്ത് കൊച്ചിനെ തന്നത്? അബ്രഹാം തന്നോട് തന്നെ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു അസ്? നിങ്ങൾക്ക് എന്തായി പറ്റുന്നത്? പലരും ചോദിക്കുന്നുള്ളൂ, ജീവിതത്തിന്റെ വേദനയിലല്ലേ, വാട്ട് ഹാപ്പൻ ടു അസ്? പക്ഷെ മല ഇറങ്ങിയപ്പോ അബ്രഹാം ചോദിച്ചൊരു ചോദ്യം ഉണ്ടെന്നറിയാം, വാട്ട് ഹാപ്പൻ ത്രൂ അസ്? ഞങ്ങളിലൂടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാ ഈ നിമിഷം വിശ്വാസ സമൂഹത്തിന്, ലോകത്തിന് ഞങ്ങളിലൂടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേറിയപ്പോ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു അസ്? ഇറങ്ങിയപ്പോ വീണ്ടും ചോദിച്ചു, വാട്ട് ഹാപ്പൻ ത്രൂ അസ്? ഞാൻ പറയും, ആ വീട്ടിൽ 3 സുകൃതങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അനുസരണം. അപ്പനെ അനുസരിക്കുന്ന മകൻ. ഇന്നത്തെ പിള്ളേരാ, നീ എപ്പോ അപ്പന്റെ കൈയും കാലും കെട്ടിയിട്ട് താഴെ വന്നു എന്ന് ചോദിച്ചാൽ മതി, ഞാനാരാ മോൻ അല്ലേ? ഒന്ന്, അനുസരണം, അനുസരിക്കുന്നൊരു മകൻ. 2, അനുകരണം, അപ്പന്റെ വിശ്വാസത്തെ അനുകരിച്ചു. 3, അനുഗമനം, അപ്പന്റെ വഴിയെ നടന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഇത് 3. അനുസരണം ഇവിടെ പോയി. തലമുറകൾക്ക് പല വീടുകളിലും ഇന്ന് നാഗവല്ലിമാരായിട്ട് മാറുക പിള്ളേരല്ലേ. എന്താ നാഗവല്ലിയുടെ പ്രത്യേകത? ആ പഴയ മണിച്ചിത്രത്താഴൊന്നും മറന്നിട്ടില്ലല്ലോ, അല്ലേ? അല്ലേ? കണ്ടിട്ടില്ലേ? ഓ ഇല്ല, ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് മാത്രമേ പാടുള്ളൂ. ഒരു സിനിമയും ഒരു സീരിയലും കാണുന്നവരല്ല. ഞാൻ അതറിഞ്ഞില്ല. ഞാൻ ആ പഴയ അല്ലേ, വസ്ത്രമെടുക്കാൻ പോണം എന്ന് നാഗവല്ലി പറഞ്ഞപ്പോ, ആ സ്ത്രീ ഗംഗ പറഞ്ഞപ്പോ, അല്ലേ, നീ പോണ്ട അല്ലേ, വീണ്ടും പോണം എന്ന് പറഞ്ഞപ്പോ, എനിക്ക് പോണം, ഒന്നുകൂടെ പോണ്ടെന്ന് പറഞ്ഞപ്പോ, എന്താ പോയാൽ എന്നാണ് ചോദിക്കുക. നമ്മുടെ പിള്ളേരും അങ്ങനെയാണ്. നീ അതിന് പോണ്ടെന്ന് പറയുമ്പോ, മക്കളെ അത് വേണ്ടെന്ന് പറയുമ്പോ, നമ്മുടെ പിള്ളേർ പലരും ഇന്ന് ഈ ഇരിക്കുന്നൊന്നും അല്ലെന്നേ, ഈ തലേ ഷോൾ ഇട്ടിരിക്കുന്ന ഐറ്റം ഒന്നുമല്ല. വീട്ടിൽ ഇതിന്റെയൊക്കെ എനഗുണം അങ്ങ് മാറുമല്ലോ. നിങ്ങളുടെ കാര്യമല്ല. നാളെ ഇത് ഉള്ളത് കൂടെ വരത്തില്ല എന്ന് സജീച്ചൻ പറയും. നാളെ കുറെ കൂടെ വരണോ അച്ഛാ, നാളെ ഇതും കൂടെ വരത്തില്ല. നാഗവല്ലിമാരായിട്ട് മാറും. അനുസരണം എവിടെ പോയി? അനുകരണം. പഠിക്കാൻ എവിടെങ്കിലും ഒക്കെ പോയി, അല്ലെങ്കിൽ ജോലി, വിശ്വാസം വേറെയാണ്. 1.5 കോടി മൊബൈലിൽ കിട്ടുന്ന കാലമാണ്. കുട്ടി നിക്കറു വീട്ട് സുവിശേഷം അറിയിക്കുന്ന റോണക്കിന്റെ നിൽക്കുവാണ്. സുറിയാനി സഭയുടെ സത്യവിശ്വാസം പണയം വയ്ക്കും. ന്യൂ ജനറേഷൻ ഫെയ്ത്താണ്. അനുഗമനം, അപ്പന്റെ വഴിയെ പോകും. പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിർ നീ മാറ്റരുത്. 2ാമത്തെ യാത്ര. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുക? പറഞ്ഞോ, നമുക്ക് സമയം പോന്നു. മോറിയാമലയിൽ. കായന്റെ കൂടെ പോയില്ല, മോറിയാമല ഇറങ്ങി വന്നു. കൂടെ വാ, അവരുടെ കൂടെ വാ. കാരണം അവരുടെ കൂടെ ഇറങ്ങിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാ. പ്രതിസന്ധികൾ പദ്ധതികളായി മാറി. 3, മല കയറിയതിന്റെ ഒരു ക്ഷീണം പലരുടെയും മുഖത്തുണ്ട്. വെറുതെ ഇരുന്ന ആളുകളെ ഞാൻ പിടിച്ചു കയറ്റിയതാ. പിന്നെ ഡിസംബറിലെ ഈ തണുത്ത സന്ധ്യ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും ഒരു ശകലം കാറ്റ് കൊള്ളാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കാറ്റ് കൊള്ളാൻ വരാം. കാറ്റ് കൊള്ളാൻ വിളിക്കാൻ ഞാൻ. 3ാമത്തെ യാത്ര ഒരു ബീച്ചിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാ. ശകലം കടൽ കാറ്റ് കൊള്ളാം. 3ാമത്തെ യാത്ര നമ്മുടെ യോനായുടെ പുസ്തകമാണ്. യോനായുടെ പുസ്തകത്തിൽ ഒരു യാത്രയുണ്ട്. ആരുടെ യാത്ര? യോനാ പ്രവാചകന്റെ യാത്ര. എ ജേർണി ഇൻ വിച്ച് റെസ്പോൺസിബിലിറ്റീസ് റെസ്റ്റഡ്. ഉത്തരവാദിത്തങ്ങൾ ഉറക്കം പിടിച്ച യാത്ര. അതൊരു തെറ്റായ സൂചനയാണ്. കയന്റെ യാത്ര പോലെ. യോനയോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ എവിടെ പോണം?
കൺഫ്യൂഷനാണ്. നിനവയാണോ തർസീസാണോ? നിനവയിലേക്ക് പോകണം. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം നിനവെ അസീറിയയുടെ ക്യാപിറ്റലാണ്, സകല മ്ലേച്ഛതയുടെ ഇടമാണ്. പുള്ളിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല. എങ്കിലും ദൈവം തമ്പുരാൻ പറഞ്ഞാലേ പുള്ളി വിസായും ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് പോക്കറ്റിലിട്ട് ഒരു തുകൽ സഞ്ചി തോളത്തിട്ട് പുള്ളി മെല്ലെ മെല്ലെ ഒരു അയഞ്ഞ കുപ്പായവും ഒക്കെ ഇട്ട് ഇതാ ആ യാഫോവ് തുറമുഖത്തേക്ക് മെല്ലെ നടക്കുന്നു. നിങ്ങളും ഒന്ന് കൂടെ വരണം, പെട്ടെന്ന് വന്നാട്ടെ, ഇപ്പൊ തീർക്കേണ്ടതാ. യാഫോവ് തുറമുഖത്ത് ചെന്ന് യാതൊരു താല്പര്യമില്ലാത്തവനെ പോലെ, ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നവനെ പോലെ യോന നിൽക്കുക. കാണുന്നുണ്ടോ? യോനയ്ക്ക് എങ്ങോട്ട് പോകണം? നിനവേക്ക്. അതാണ് നിയോഗം. പക്ഷെ യോനയ്ക്ക് മനസ്സില്ല. യോന ഇങ്ങനെ തീരത്തുകൂടെ നടക്കുമ്പോൾ പല കപ്പൽ കിടപ്പുണ്ട്. യോന നോക്കിയപ്പോ നിനവേക്ക് പോകുന്നൊരു കപ്പൽ, ഒരു സുഖമില്ല. അതിനകത്തൊരു പൂച്ചക്കുഞ്ഞു പോലും കയറത്തുമില്ല. ആ നാട്ടിലോട്ട് പോകത്തില്ല, പുറജാതിയാണ്. പുള്ളി അതിനപ്പുറത്ത് 2 വണ്ടിക്ക് അപ്പുറം മറ്റൊരു വണ്ടി കിടപ്പുണ്ട്, തീരത്ത് നങ്കൂരമിട്ട്. ബോർഡ് നോക്കിയപ്പോ തർസീസ്. പുള്ളി അകത്തോട്ട് നോക്കിയപ്പോ നല്ല ആട്ടവും പാട്ടും പളുപളുത്ത സീറ്റും കുഷനും ആകപ്പാടെ അടിപൊളി. പുള്ളി കയ്യിലിടുന്ന നിനവയ്ക്കുള്ള ടിക്കറ്റും വിസായും കീറി തിരമാലയിലോട്ട് എറിഞ്ഞു. അത് കൊണ്ടുപോയി കടൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പുതിയൊരു ടിക്കറ്റും വിസായും എടുത്തു. എങ്ങോട്ട് പോകാൻ? തർസീസിലോട്ട് പോകാൻ. എന്നിട്ട് ആ ടിക്കറ്റും വിസയുമായിട്ട് പുള്ളി എവിടെ കയറി? കൂടെ കയറരുത്, ഞാൻ കടൽ തീരത്ത് വരെ വിളിച്ചിട്ടുള്ളൂ. അതിനകത്ത് കയറി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? യോന തന്റെ നിയോഗം മറന്നു എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾക്ക് ഉറക്കം പിടിച്ച യാത്ര. യോന കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നു. ഞാൻ പറയും, യോനയ്ക്ക് പറ്റിയ കുഴപ്പം ഇവാഞ്ചലിസ്റ്റ് ആകേണ്ടവൻ ടൂറിസ്റ്റായി മാറി. യോനയ്ക്ക് ദൈവം തമ്മിൽ വിസ അടിക്കുമ്പോൾ ഒരു ട്രേഡ് ഉണ്ടാവും, ഒരു സ്വഭാവം. ഒന്നുകിൽ പിൽഗ്രീം, അല്ലെങ്കിൽ വിസിറ്റിംഗ്, അല്ലെങ്കിൽ അല്ലെ ഓരോ ഇതുണ്ട്. പക്ഷെ യോനയ്ക്ക് തമ്പുരാൻ അടിച്ചു കൊടുത്ത സീൽ ഏതാണെന്ന് അറിയാം? ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകന്റെ വിസായ. യോന അത് കീറിൽ അവിടെ കളഞ്ഞു. എവിടെ? കടലിൽ. പിന്നെ എടുത്ത വിസായത ടൂറിസ്റ്റ്. അതുമായിട്ടല്ല അവിടെ കയറി. പ്രിയപ്പെട്ട ഒരു യാത്രയുടെ പ്രത്യേകത, അനുഭവമാക്കേണ്ട യാത്ര അഭിനയമാക്കി. അനുഭവമാക്കേണ്ട യാത്ര അഭിനയമാക്കി. അതിന്റെ അടിത്തട്ടിൽ പോയി കിടന്നുറങ്ങി. ബാക്കി സംഭവം നിങ്ങൾക്കറിയാം അല്ലേ? ആ കപ്പൽ ശോഭിക്കുന്നതും അയാളെ വെള്ളത്തിൽ കളയുന്നതും തിമിംഗലം വിഴുങ്ങുന്നതും ഒന്നും ഇന്നത്തെ എന്റെ വിഷയമല്ല. ഒറ്റ കാര്യം മാത്രം, ഉത്തരവാദിത്തങ്ങൾക്ക് ഉറക്കം പിടിച്ച് ടിക്കറ്റ് മാറിക്കേറി അനുഭവങ്ങളെ അഭിനയമാക്കി. ഈ കപ്പലിൽ നാമം കയറാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. തെക്കോട്ട് പോകേണ്ട വണ്ടി കയറി ഇരുന്നിട്ട് വടക്കോട്ട് പോകുന്നവർ ആലോചിക്കും അല്ലേ? വടക്കോട്ട് പോകുന്നവർ ആലോചിക്കും. പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന പലരും ജീവിതത്തിൽ പലപ്പോഴും തെറ്റിപ്പോയി എന്നൊരു തോന്നിയതില്ലേ പലതും. എടുത്ത കോഴ്സ് അത് വേണ്ടായിരുന്നു. പപ്പായുടെ നിർബന്ധത്തിനാണ്, മമ്മി നിർബന്ധിച്ചിട്ടാണ് അല്ലേ? ചെയ്യുന്ന ജോലി ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നായിരുന്നു, അതായിരുന്നു തോന്നിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്ന കുടുംബ ബന്ധങ്ങൾ പോലും. കല്യാണം കഴിഞ്ഞ് 17 വർഷമായി അല്ലെങ്കിൽ 12 വർഷമായപ്പോഴും ഇപ്പോഴും പറയാറുണ്ട്, എത്ര ആലോചന വന്നറായിരുന്നു. എന്നെ ആദ്യം കാണാനായിട്ട് തിരുവല്ലയിൽ നിന്ന് മേപ്രാലിയിൽ നിന്ന് വന്ന ആ പുള്ളിക്കാരനെ ഇപ്പൊ എവിടാണോ ആവോ. തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പച്ചന്റെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത്. അല്ലെങ്കിൽ എത്ര ഇടത്ത് ഞാൻ പോയി കണ്ടതാണ്. കഴിച്ചിട്ട് ഈ വണ്ടിയെ കയറിയിട്ട് ഇപ്പൊ 12 വർഷം കഴിഞ്ഞ്, എന്നിട്ട് മറ്റേ വണ്ടിയെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ ചിലപ്പോൾ പഴയ വണ്ടിയിൽ പോവുകയാണെങ്കിൽ പല വണ്ടികളും നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകും. കൂടിയ കാറൊക്കെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് തോന്നും അത് കയറിയാൽ കൊള്ളാം. പക്ഷെ അത് കയറിയാൽ കൊള്ളാം. 1-2 കാര്യം ഓർത്താൽ മതി. അത് മേയ്ക്കാൻ പാടാ. മനസ്സിലാവുന്നുണ്ടാവും. മൈലേജ് കുറവാ, ചെലവ് കൂടുതലാ. അതുകൊണ്ട് പലതും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ, എന്നെ കേൾക്കുന്നവർ, ഞാൻ നിങ്ങളും പലതും കമ്പയർ ചെയ്യുന്നുണ്ട്. കുടുംബജീവിതം ഉൾപ്പെടെ ഇതിനേക്കാൾ നല്ലത് മറ്റൊന്ന് സാധ്യമായിരുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ മുമ്പിൽ തമ്പുരാനൊരു ഇല ഇട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് വിളമ്പി തന്നിട്ടുണ്ട്. എഴുന്നേറ്റ് പോകാൻ നിവൃത്തിയില്ല.
കുറവുള്ള ഒരു കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് തമ്പുരാൻ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിചാരിതമല്ല സഹോദരി. അവന് ബുദ്ധിയില്ല, അവൾക്ക് ബുദ്ധി കുറവുണ്ടെന്ന് നീ പരിതപിക്കുന്നുണ്ടോ? അവിചാരിതമല്ല. കൃത്യമായിട്ട് 800 കോടി മനുഷ്യരുടെ ഇടയിൽ നിന്റെ ഗന്ധം മാത്രം, നിന്റെ കുഞ്ഞിന്റെ ഗന്ധം മാത്രം അത് യുണീക്കാണ്. നിന്റെ വിരൽ മുദ്ര മാത്രം അത് യുണീക്കാണ്. എങ്കിൽ ആ കുറവുള്ള കുഞ്ഞ് വിധിയല്ല. വിധി എന്ന് പറയല്ലേ, ഫാറ്റലിസം പറയല്ലേ. ക്രിസ്ത്യാനിക്ക് അങ്ങനെ ഒരു വാക്ക് വേണ്ട. വിധിയല്ല, പദ്ധതിയാ. ഒന്നും അവിചാരിതമല്ല. കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു തൂശ നിലയിൽ ദൈവം വിളമ്പി തന്നതാ. അതുകൊണ്ട് ഇന്ന് കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ കൂടെയുള്ള ഭർത്താവ്, ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവാം, ഉരുകുന്ന നേരങ്ങൾ ഉണ്ടാകാം, നെഞ്ചു ഉരുകുന്ന നേരങ്ങൾ ഉണ്ടാകാം, മക്കൾ, കുടുംബ പ്രതിസന്ധികൾ, ജീവിതത്തിലെ രോഗപീഠകൾ, കണ്ണീരുണങ്ങാത്ത രാത്രികൾ. അവിചാരിതമെന്ന് പറയല്ലേ. യോനയുടെ യാത്ര നമ്മെ പഠിപ്പിക്കുക. ടിക്കറ്റ് മാറിയിട്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവൻ. വെളിപ്പാട് പുസ്തകം പറയുന്നു. യോന ജീവനുള്ളവനായിട്ട് അവിടെ കടക്കുക, പക്ഷെ അവൻ മരിച്ചവനായി. സഹോദരങ്ങളെ, യോനയുടെ പ്രതിസന്ധി അതാണ്. നമുക്കുമുണ്ട് ചിലതൊക്കെ ഇങ്ങനെ. ഞാൻ ഈ മേൽ പറഞ്ഞ ചില ചിന്തകൾ, സമയക്കുറവോട് ഞാൻ ചിന്തയോടെ അവസാനിപ്പിക്കുക. ഇതിനേക്കാൾ നല്ലത് മറ്റൊന്ന് സാധ്യമായിരുന്നു എന്ന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? വലിയ പാപമാണത്. മുൻപിൽ വിളമ്പിയത് ഭക്ഷിച്ചേ മതിയാവുള്ളൂ. ഓപ്ഷനില്ല. നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നടാ, നമ്മുടെ മടിയിലേക്ക് വെച്ച് തന്നടാ. അതുകൊണ്ട് മറ്റൊന്ന് പറ്റില്ല. യോനയുടെ യാത്ര ഒരു ദുസൂചനയാണ്, നമുക്ക് തരുന്നൊരു പാഠമാണ്. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും, എത്ര രക്ഷപ്പെടാൻ, ചരക്കുകളുടെ ഇടയിൽ, വലിയ ചാക്കുകളുടെ ഇടയിൽ യോന കയറി കിടന്നിട്ടും പൊക്കിയില്ലേ? അവിടുന്ന് പൊക്കി എടുത്ത് കളഞ്ഞില്ലേ? അനുഭവങ്ങളെ അഭിനയമാക്കിയോ? ഇന്ന് പലയിടത്തും അഭിനയമാണ്. മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി. പഴയ ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. പണ്ടത് പറയാമായിരുന്നു അല്ലേ? എന്തോ ഒരു വിഷമമുണ്ടല്ലോ, അയ്യോ നിന്റെ മുഖത്തൊരു. തിരിച്ചു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ആ സങ്കടങ്ങൾ മുഖത്തറിയാം. ഇന്നോ മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി. ആ ഒരു ഭാര്യയുടെ മുഖത്തുനിന്ന് ഒരു ഭർത്താവിനും ദൈവം സഹായിച്ചു ഒന്നും വായിച്ചെടുക്കാനൊക്കത്തില്ല. തിരിച്ചു മുഖം പത്മദളാകാരം, വാചം ചന്ദന ശീതളം, ഹൃദയം വജ്ര കഠിനം എന്ന് പറയും. ദൈവമേ, ഡൽഹി വന്നിട്ട് ഇത്ര കട്ടി പറയല്ലേ, അറിയാതെ പറഞ്ഞു. മുഖം പത്മദളാകാരം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല താമരയുടെ അഴകാ. പത്മം, താമര, കാണാനൊന്നും ഒരു കുഴപ്പവും ഇല്ല. വാചം ചന്ദന ശീതളം, വാക്കുകൾക്ക് ചന്ദനത്തിന്റെ തണുപ്പാണ്. എന്നോ സുഖമുള്ള വർത്താനമാണ്. ഹൃദയം വജ്ര കഠിനം, ഉള്ളിലിരിപ്പൊരു എന്തു കട്ടിയ. ആർക്കും ആരെയും മനസ്സിലാകാത്തൊരു അഭിനയം. മൂടുപടങ്ങളുടെ കാലം. യോന അഭിനയത്തിന്റെ ഉസ്താദായിട്ട് മാറുക. അനുഭവമാക്കേണ്ട യാത്ര അഭിനയമാക്കി. ഇത് പലപ്പോഴും അഭിനയമല്ലേ പ്രിയപ്പെട്ടവർ? എവിടെ അഭിനയിച്ചാലും കുടുംബജീവിതത്തിൽ അഭിനയിക്കല്ലേ. കേരളത്തിൽ ഇന്ന് 68% ഡിവോഴ്സ് മൊബൈൽ ഫോണാണ് കാരണം. പാതിരാവിലും കെട്ടുപോകാത്തൊരു നീല വെളിച്ചം മലയാളിയുടെ ചെവിക്ക് മീതെ. ഒരുപാട് അഭിനയങ്ങൾ, എണ്ണമറ്റ അഭിനയങ്ങൾ. കുടുംബജീവിതത്തിൽ എവിടെ അഭിനയിച്ചാലും കുടുംബജീവിതത്തിൽ അഭിനയിക്കല്ലേ. നാലാമത്തെ യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ന് യാത്ര പറയാം. 3 പേരെ നാം മറന്നു പോകരുത്. ഒന്ന്, കായൻ, എ ജേർണി ഇൻ വിച്ച് വണ്ടർ ബിക്കെയിം വാണ്ടറിംഗ്. പോകല്ലേ, കായന്റെ കൂടെ ദൈവമില്ലാത്ത തലമുറകളുണ്ടാവും. 2, ഉൽപ്പത്തി 22, അബ്രഹാമിന്റെ യാത്ര. എ ജേർണി ഇൻ വിച്ച് പ്രോബ്ലംസ് ബിക്കെയിം പ്രോജക്ട്സ്. പ്രതിസന്ധികളെ പദ്ധതികളാക്കി അനുഗ്രഹിക്കപ്പെട്ട 3 ദിനരാത്രങ്ങൾ. 3, എ ജേർണി ഇൻ വിച്ച് റെസ്പോൺസിബിലിറ്റീസ് റെസ്റ്റഡ്. ഉത്തരവാദിത്തങ്ങൾ കുറക്കം പിടിച്ച അനുഭവങ്ങളെ അഭിനയങ്ങളാക്കിയ മറ്റൊന്ന് സാധ്യമായിരുന്നുവെന്ന് വൃഥാവിചാരമുള്ള യോനയുടെ യാത്ര. പറ്റില്ല നമുക്കും. അത് കൃത്യമാണിത്. ഓരോ നിമിഷവും കൃത്യമാണ്. 4, എന്ത് പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും, എവിടെ പറഞ്ഞാലും
അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവിലല്ലേ? നാലാമത്തെ യാത്ര ക്രിസ്തുവിലാണ് ഞാൻ അവസാനിപ്പിക്കുക. വിശുദ്ധ ലൂക്കോസ് 2:41 മുതൽ 51 വരെ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2:41-51. 12 വയസ്സുള്ള ബാലനായ യേശുവിന്റെ യാത്ര അറിയാമല്ലോ. എവിടെ പോയതാ? അപ്പനും അമ്മയും കൊച്ചൂടെ യെരൂശലേം ദേവാലയത്തിൽ പോയതാണ്. യെരൂശലേം ദേവാലയത്തിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴി ആരെ കാണാതെ പോയി? പെട്ടെന്ന്, നമുക്ക് 5 മിനിറ്റാണ് മുന്നിലുള്ള തീരാൻ. കുഞ്ഞിനെ കാണാതെ പോയി. കാണാതെ പോകുന്നത് എവിടെ വെച്ചാണ്? അതാണ് എന്റെ വിഷയം. നാലാമത്തെ യാത്ര കാണാതെ പോകുന്നത് ആൾക്കൂട്ടത്തിലാണ്, പുരുഷാരത്തിന്റെ ഇടയിലാണ്. പെരുന്നാൾ കഴിയുന്ന ബഹുപുരുഷാരം കിട്ടുന്നത് എവിടെ വെച്ചാണ്? 3 ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ കൂട്ടായ്മയിൽ, ആൾക്കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്കുള്ള യാത്ര. A journey in which crowd became fellowship. ശ്രദ്ധിക്കണേ, ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. പെരുന്നാൾ കഴിഞ്ഞുള്ള ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷമുള്ള ഒരു സ്വസ്ഥതയുടെ കൂട്ടായ്മയിൽ നിന്ന് ആരെ കിട്ടി? യേശു കുഞ്ഞിനെ കിട്ടി. നമ്മളൊക്കെ ഇന്ന് ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ ഇന്ന് ആൾക്കൂട്ടത്തിന്, ആത്മീയത അളക്കപ്പെടുന്നത് പോലും ആൾക്കൂട്ടത്തിലാണ്. നമ്മുടെ പെരുന്നാളിന് വലിയ റാസ എത്ര പേര് വന്നു, അല്ലെങ്കിൽ നമ്മുടെ എത്ര പേര് വന്നു, ആൾക്കൂട്ടം, ക്രൗഡ്. കാണാതെ പോയത് ആൾക്കൂട്ടത്തില. നമ്മുടെ മക്കളെ ഇത് കാണാതെ പോകുന്നത് എവിടെയാ? ആൾക്കൂട്ടത്തിൽ. ഒറ്റയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പേഴ്സണലി നല്ലതാകട്ടോ. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിലും നല്ലതല്ല, നല്ല പിള്ളേരെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. നാട്ടിലൊക്കെ നമ്മുടെ കുട്ടികളെ പേഴ്സണലി 22 വയസ്സായെന്ന് ഒരു വിചാരമില്ല. എപ്പോഴും എന്റെ സാരിത്വം മാറുകയല്ല, എപ്പോഴും ഞാൻ വാരി കൊടുക്കണം, നല്ല കാര്യം, അങ്ങനൊക്കെ ചെയ്യണം കേട്ടോ. പക്ഷെ ഇവൻ ആ കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ നുരഞ്ഞു പോകുന്ന ഗ്ലാസ് എടുത്ത് ചുണ്ടോടടുപ്പിക്കാൻ, ചിയേഴ്സ് പറയാൻ, ഒരു കമ്പനി സേക്ക് ഒരു മടിയുമില്ല. പേഴ്സണലി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതാണ്. ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം. 12 വയസ്സാണ്. യഹൂദന്മാർക്കൊരു കൃത്യമായ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായ ആൺകുട്ടികളാണെങ്കിൽ പുരുഷന്മാരോടൊപ്പം, കുട്ടികളാണെങ്കിൽ അമ്മയോടൊപ്പം നടക്കണം. അപ്പൊ അമ്മ വിചാരിച്ചു, എന്റെ മോന് 12 വയസ്സായില്ലേ, ആരുടെ കൂടെ? പൊടിമീശ മുളച്ചു തുടങ്ങിയില്ലേ, അപ്പന്റെ കൂടെ കാണും. അപ്പൻ വിചാരിച്ചു, എന്റെ മോന് 12 വയസ്സല്ലേ ആയുള്ളൂ, ആരുടെ കൂടെ കാണും? ആശയവിനിമയത്തിന്റെ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ, വിരലുകൾക്കിടയിലൂടെ വഴുതി പോകുന്ന ഒരു ബാലനാണ് അവിടെ. ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പിള്ളേർ പോകുന്നവരും അങ്ങനെയാ. ചില ആശയവിനിമയങ്ങൾക്കിടെ ആശയക്കുഴപ്പങ്ങൾ, അപ്പനും അമ്മയും തമ്മിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ, അപ്പനും അമ്മയും തമ്മിലുള്ള ചില ധാരണാപിശകുകൾ, ദാമ്പത്യത്തിലെ ചില ധാരണാപിശകുകൾ, അതിന്റെ ഇടയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലേ? ഒരു 2 വരി എനിക്ക് ഇപ്പോഴും മറക്കാനൊക്കാത്തൊരു 2 വരിയുണ്ട്. മലയാളത്തിലെ ഒരു പ്രസിദ്ധയായ കവിയത്രി മീരായു മേനോൻ എന്ന് പറയും, ഒരു ഹൃദയത്തിന്റെ യാത്ര എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 2 വരി നമ്മുടെ മക്കളെ കുറിച്ചാണ്, കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ആ കവിയത്രി എഴുതിയിട്ടുണ്ട്. ആ കവിയത്രിയുടെ കവിത വാഴ്ത്തപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുക. കവി എഴുതിയത് ഇങ്ങനെയാണ്: എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്നെവിടെയെന്നറിയുമോ? അല്ലോ, മനസ്സിലായോ? ഇല്ല, ഞാൻ ഒന്നുകൂടെ പാടാം. ഇങ്ങനെ ഇടുന്നാ പോരാ, ചിന്തിച്ചോണം. അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. 14, 16, 15 വയസ്സുള്ള കുഞ്ഞിന് കൊറോണയ്ക്ക് മുമ്പുള്ള കാലാണ് മൊബൈൽ കൊടുത്തൊരു കഥയെ കുറിച്ചാണ്. എവിടെയെന്നറിയുവാൻ വാങ്ങിക്കൊടുത്തൊരാ മൊബൈലും മകളും ഇന്നെവിടെയെന്നറിയുമോ? മനസ്സിലായോ? എന്താണ്? എന്റെ കുട്ടി എവിടെ എത്തി, എന്റെ മോൾ എവിടെ എത്തി എന്നറിയാൻ വേണ്ടി കൊടുത്തറാണ്. ഇന്ന് കുട്ടിയില്ല. മക്കൾ നഷ്ടപ്പെടുന്നത് എവിടെയാണ്? അമിത സ്വാതന്ത്ര്യത്തിന്റെ എന്ന് പറയാൻ പാടില്ല. ഈ കാലഘട്ടത്തിൽ അതില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. ശരിയായിരിക്കാം, പക്ഷേ കണ്ണുകൾ തുറന്നു പിടിക്കണം. എവിടെയൊക്കെയോ വിരലുകൾക്കിടയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ തിരിച്ചു കിട്ടാൻ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു തമ്പുരാന്. നമ്മുടെ മക്കളോ തിരിച്ചു കിട്ടാൻ
ഫെലോഷിപ്പ് എന്ന് പറയുന്നത് സ്പേസ് ഓഫ് കെയറിംഗ്, ഇസ് എ സ്പേസ് ഓഫ് സ്ട്രക്ചർ, സ്പേസ് ഓഫ് ഹാർമണി. കൂട്ടായ്മയുടെ ആഴത്തിൽ നിന്ന് നമ്മുടെ മക്കളെ കിട്ടുമോ? എവിടെയോ ഞാൻ കേട്ടതുപോലെ നമ്മുടെ മക്കൾ ഇന്ന് വളരെ നോട്ട് ഇൻസൈഡ് ദ ചർച്ച്, അത്ര അകത്തൊന്നുമല്ല നമ്മുടെ പിള്ളേര് പള്ളിയുടെ, നോട്ട് ഔട്ട്സൈഡ് ദ ചർച്ച്, അത്ര പുറത്തുമല്ല, ബട്ട് they are growing beside the church. അവരിതിന്റെ സൈഡിൽ കൂടെ എങ്ങനെയൊക്കെയോ വളരുന്നുണ്ട്, അത്ര അകത്തുമല്ല അത്ര പുറത്തുമല്ല. ഇതൊക്കെ കണ്ട് നാം തൃപ്തിയടയുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് നല്ല സ്പിരിച്വൽ ആണെന്ന് പറയുന്നുണ്ട്. ആൾക്കൂട്ടം നമുക്ക് ക്രേസ് തരും അല്ലേ, എത്ര പേരും. പക്ഷെ ഫെലോഷിപ്പ് നമുക്ക് ഗ്രേസ് തരും. ഒരക്ഷരത്തിന്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ. ക്രേസും ഗ്രേസും. നമുക്കിന്ന് ആത്മീയതയിൽ പോലും ക്രേസ് മതി. വലിയ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുക, ഭജനയേക്കാൾ കതിനയാണ് ഇഷ്ടം അല്ലേ, വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക. ആത്മീയത ആൾക്കൂട്ടം ക്രേസ് തരും, കൂട്ടായ്മ ഗ്രേസ് തരും. യേശുക്രിസ്തുവിന്റെ യാത്ര ആൾക്കൂട്ടത്തിൽ നിന്ന് എല്ലാവരും മലയിറങ്ങിപ്പോയ ആൾക്കൂട്ടത്തിൽ തമ്പുരാൻ മാത്രം തിരിഞ്ഞു നടന്നു ഒരു കൂട്ടായ്മയിലേക്ക്. ലോകത്തിന് അനുരൂപമാകാതെ എന്നാണ് റോമാലേഖനത്തിന്റെ ഭാഷ. ഒരു കൗണ്ടർ ഡയറക്ഷനാണ്, ഒരു ഓൾട്ടർനേറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. 4 പേരാണ് നാം പറഞ്ഞു വെച്ചത്. ഈ ചിന്ത ഇവിടെ ഞാൻ ഈ രാത്രി അവസാനിപ്പിക്കുക. 1, കായൻ. വിരുന്നുകളെ ഉപേക്ഷിക്കുന്ന കായൻ. നമുക്ക് ഒരു കായന്റെ മുഖമില്ലേ? ഇന്ന് സന്തോഷിക്കാതെ എന്ന് സന്തോഷിക്കാൻ ഇരിക്കുകയാണ്. പറുദീസകൾ നമ്മുടെ വീട് തന്നെയല്ലേ? 2, അബ്രഹാമിന്റെ യാത്ര. പ്രതിസന്ധികളൊക്കെ പദ്ധതികളാകാൻ ചില മോറിയകളിലേക്ക് ചിട്ടയോടെ കയറണം എന്ന് ഓർമ്മിപ്പിക്കുക. അനുസരണവും അനുകരണവും അനുഗമനവും ശീലമാക്കണം എന്ന് ഓർമ്മിപ്പിക്കുക. യോന വിധിയെ പഴിക്കുകയും മറ്റൊന്ന് സാധ്യമായിരുന്നുവെന്ന് തോന്നുകയും ചെയ്യുക, അതൊരു വലിയ അപരാധമാണ് എന്ന് ഓർക്കുകയാണ്. 4, ആൾക്കൂട്ടമല്ല, ആധ്യാത്മികതയുടെ അടിസ്ഥാനം കൂട്ടായ്മയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാത്രി നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്കും വിചിന്തനത്തിനും നന്ദി. ഉൽപ്പത്തി 2 ഇടങ്ങൾ 4:22. യോനായുടെ പുസ്തകം സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2. 4 വേദഭാഗങ്ങളിൽ നിന്ന് 4 സംഭവങ്ങളാണ് നാം ഇന്ന് രാത്രി നമ്മുടെ കാലവുമായി ചേർത്ത് ധ്യാനിക്കാൻ ശ്രമിച്ചത്. തുടർ വായന ഉണ്ടാകണമേ, ഇതിനെക്കുറിച്ച് ചിന്തകൾ മനസ്സിലുണ്ടാകണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.